ഹായ് മക്കളെ, +1 കെമിസ്ട്രിയിൽ അടുത്തതായി നമ്മൾക്ക് ഡിസ്കസ് ചെയ്യാനുള്ളത് റിഡോക്സ് റിയാക്ഷൻസ് എന്ന് പറഞ്ഞ ചാപ്റ്ററാണ്. നിങ്ങൾ ഏവരും ആകാംക്ഷയോടെ കാത്തിരുന്ന ഒരു ചാപ്റ്ററാണ്. റെക്കോർഡർ കണ്ടന്റായിട്ട് കേട്ടാമെന്ന് ഞാൻ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഞാൻ ഇവിടെ വന്നിരിക്കുകയാണ്. ലൈവ് പോലെ തന്നെ എടുക്കുവാനുള്ള ഒരു ശ്രമമാണ് ഞാൻ നടത്തുന്നത്. എന്നോടൊപ്പം നിങ്ങൾ എല്ലാവരും ഉണ്ടായിരിക്കണം. മുഴുവൻ കാര്യങ്ങളും പറഞ്ഞു തീർക്കാം. മാക്സിമം ടോപ്പിക്സ് നമുക്ക് ഈ ഒരൊറ്റ വീഡിയോ ഡിസ്കസ് ചെയ്യാം. കുറഞ്ഞ സമയം കൂടുതൽ പഠനം അത്ര മാത്രമേ ഉള്ളൂ. ബാലൻസ്ഡ് കെമിക്കൽ റിയാക്ഷനൊക്കെ നമുക്ക് കെമിക്കൽ റിയാക്ഷനൊക്കെ ബാലൻസ് ചെയ്യിക്കേണ്ട മെത്തേഡുകളൊക്കെ വളരെ എളുപ്പത്തിൽ അടിപൊളിയാക്കി പറഞ്ഞുതരാം. ഞാൻ പറയുന്ന ട്രിക്സോട് കൂടെ ഞാൻ പറയുന്ന കാര്യങ്ങൾ കൃത്യമായി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് ഈ ചാപ്റ്റർ വളരെ ഈസി ആയി തോന്നും. +1 കെമിസ്ട്രിയിൽ തന്നെ ഏറ്റവും കുഞ്ഞു ചാപ്റ്ററാണ്. കുറച്ച് കാര്യങ്ങൾ മാത്രമേ പഠിക്കേണ്ടതായിട്ടുള്ളൂ. ഇതിൽ ഡിസ്കസ് ചെയ്യാത്ത കുഞ്ഞു കുഞ്ഞു ടോപ്പിക്സ് ഒക്കെ ഉണ്ട്. അത് നമുക്ക് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ്റെ സമയത്ത് നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞ ചാപ്റ്ററിൽ നിങ്ങൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ആളുകളുണ്ട്. ചില ആളുകളുടെയൊക്കെ ഒരു കോമ്പൗണ്ട് തന്നിട്ട് ആ കോമ്പൗണ്ടിൽ ഒരു എലമെന്റിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കും. KMnF4 മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയും. K2Cr2O7 ക്രോമിയത്തിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാനായിട്ട് പറയും. H2SO4 സൾഫറിന്റെയും HNO3 നൈട്രജന്റെയും ഒക്കെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറയും. അപ്പോൾ ഒരു കോമ്പൗണ്ട് തന്നിട്ട് അതിൽ ഏതെങ്കിലും ഒരു എലമെന്റിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കാൻ പറഞ്ഞാൽ അവന്റെ കൂടെയുള്ള മറ്റുള്ള എല്ലാവരുടെയും ഓക്സിജൻ സ്റ്റേറ്റ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. റെഡി? അതാണ് നമ്മൾ ആദ്യം പരിചയപ്പെടാനായിട്ട് പോകുന്നത്. ചില ആളുകളുടെയൊക്കെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ് ഇതൊക്കെ അറിഞ്ഞാൽ മാത്രമേ ഇവൻ നമുക്ക് ബാലൻസ് ചെയ്യാൻ പോലും പറ്റത്തുള്ളൂ. കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യുന്ന കാര്യങ്ങളൊക്കെ ചെയ്യാനായിട്ട് പറ്റില്ല. ഈ ചാപ്റ്റർ മൊത്തത്തിൽ നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ, മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ചില ആളുകളുടെ ഓക്സിജൻ സ്റ്റേറ്റ് നിങ്ങൾ തുടക്കത്തിലേ അറിഞ്ഞിരിക്കണം. അത് ഇതൊക്കെ നമുക്ക് നോക്കാം. എലമെന്റുകൾ ഒറ്റയ്ക്ക് നിൽക്കുകയാണെങ്കിൽ അവരൊക്കെ എലമെന്റുകൾ എന്ന് പറയും. ഓക്സിജൻ, സൾഫർ, ഹൈഡ്രജൻ, നൈട്രജൻ, ഈ ആളുകളൊക്കെ എലമെന്റൽ ഫോമിലാണെന്നുണ്ടെങ്കിൽ ഈ എലമെന്റുകളുടെ എല്ലാം ഓക്സിഡേഷൻ സ്റ്റേറ്റ് 0 ആണ്. The oxidation number of all elements in the free or uncombined state is 0. കാണിച്ചു തരാം. ചില ആളുകളെ കാണിച്ചു തരാം. അപ്പോൾ Cl2 ചാർജ് 0 ആണ്. സൾഫർ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ചാർജ് 0 ആണ്. കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, ചാർജ് 0 ആണ്. മെഗ്നീഷ്യം ഒറ്റയ്ക്ക് നിൽക്കുകയാണ്, സിങ്ക് ഒറ്റയ്ക്ക് നിൽക്കുകയാണ്. ഇവരൊക്കെ ഒറ്റയ്ക്ക് നിന്നാൽ എന്താണ്? 0 ആണ്. ഹൈഡ്രജൻ ഒറ്റയ്ക്ക് നിൽക്കില്ല, രണ്ടാളായിട്ട് നിൽക്കുക. H2 0 ആണ്. എലമെന്റ് അല്ലേ? N2 0. എലമെന്റ് അല്ലേ? O2 എലമെന്റ് അല്ലേ? 0 ആണ്. ഇങ്ങനെ എലമെന്റൽ ഫോമിലാണെങ്കിൽ അവരുടെ എല്ലാം ഓക്സിജൻ സ്റ്റേറ്റ് എന്തായിരിക്കും? 0 ആയിരിക്കും. റെഡി? ഇനി ഫോർ സിമ്പിൾ അയൺ ദ ഓക്സിജൻ നമ്പർ ഈസ് ഈക്വൽ ടു ദ ചാർജ് ഓൺ ദ അയൺ. അപ്പൊ Cr ഒറ്റയ്ക്കല്ല, Cr3+ എന്ന് വിചാരിക്കുക. Cr3+, Mg2+, Zn2+, ഇങ്ങനെ ചാർജോടുകൂടെയാണ് അവരെ എഴുതിയിരിക്കുന്നതെങ്കിൽ ആ ചാർജാണ് അവരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ്. Mg2+ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 2+ ആണ്. Cr3+ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് 3+ ആണ്. Zn2+ന്റെ ഓക്സിജൻ സ്റ്റേറ്റ് എന്താണ്? 2+ ആണ്. അപ്പോൾ ഇങ്ങനെ ചാർജ് എഴുതിയിട്ടുണ്ടെങ്കിൽ ആ ചാർജ് ആയിരിക്കും അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറയുന്നത്. അയണുകളുടെ ചാർജ് ആണ് അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ്. റെഡി? ആൽക്കലി മെറ്റൽ, ചില ആളുകളുടെ ഓക്സിജൻ നമ്പർ മാറുകയേയില്ല. ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾ, പീരിയോഡിക് ടേബിൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകളെ പറയുന്ന പേരാണ് ആൽക്കലി മെറ്റൽസ്. ഈ ആൽക്കലി മെറ്റലുകളുടെ ഓക്സിജൻ നമ്പർ എത്രയാണ്? +1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലായിട്ടുള്ള ആൽക്കലൈൻ എർത്ത് മെറ്റൽസിലെ കാൽസ്യം ആയിക്കോട്ടെ, ഇങ്ങനെ കുറച്ച് ആളുകളുണ്ടല്ലോ, അവരെല്ലാം ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞ് +2 ആണ്. അലുമിനിയത്തിന് ഓക്സിജൻ സ്റ്റേറ്റ് വരെ മാറത്തില്ല, +3 ആണ്. അപ്പോൾ ഈ ആളുകളുടെ ഒന്നും ഓക്സിജൻ സ്റ്റേറ്റ് മാറില്ല എന്ന് മനസ്സിലാക്കുക. മാറുന്ന ആളുകൾ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്, അത് ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഒന്നാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾക്കെല്ലാം +1 ആണ്. രണ്ടാമത്തെ ഗ്രൂപ്പിലെ എലമെന്റുകൾക്കെല്ലാം +2 ആണ്. അതേപോലെ അലുമിനിയത്തിന് +3 ആണ്. ഇവരുടെ ഒന്നും ഓക്സിജൻ സ്റ്റേറ്റ് മാറുന്നില്ല. ഒറ്റയ്ക്ക് നിന്നാൽ ചാർജ് 0 ആണ്. തലയ്ക്ക് മുകളിൽ എന്താണോ ചാർജ് എഴുതിയിരിക്കുന്നത് അതാണ് അവരുടെ ഓക്സിജൻ സ്റ്റേറ്റ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ അല്ലേ? റെഡി? ഇനി ഓക്സിജനെ കുറിച്ചുള്ള പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഓക്സിജൻ ഒരു ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ് ആണെന്നുള്ള കാര്യം അറിയാം. അതുകൊണ്ട് തന്നെ വെളിയിൽ നിന്ന് ഇലക്ട്രോണുകളെ വാങ്ങിച്ചുകൊണ്ട് നെഗറ്റീവ് ചാർജ് ആവുകയാണ് സാധാരണ ചെയ്യാറുള്ളത്. കോമൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ് അല്ലേ? ഓക്സിജൻ എപ്പോഴും വെളിയിൽ നിന്ന് 2 ഇലക്ട്രോണിനെ വാങ്ങിയിട്ട് 2- ആണ്. ഓക്സിജൻ ചാർജ് എപ്പോഴും എന്താണ്? 2- ആണ് ഉണ്ടായിരിക്കുക. ഓക്സിജൻ ചാർജ് എപ്പോഴും 2-. കോമൺ ആയിട്ട് ഏതൊരു കോമ്പൗണ്ട് എടുത്താലും ഓക്സിജൻ ചാർജ് -2 ആണ്. പെറോക്സൈഡുകൾ എടുത്താൽ അതിൽ ഓക്സിജൻ ചാർജ് -1 ആണ്. പെറോക്സൈഡുകൾ എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഹൈഡ്രജൻ പെറോക്സൈഡ് നോക്കി വെച്ചു, ഞാൻ പിന്നീട് ചോദിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജൻ ചാർജ് എത്ര ഞാൻ പിന്നീട് ചോദിക്കും. ഹൈഡ്രജൻ പെറോക്സൈഡിന്റെ ചാർജിൽ ഓക്സിജൻ ചാർജ് -2 ആണ്. സോഡിയം പെറോക്സൈഡിൽ ഓക്സിജൻ ചാർജ് -1 ആണ്. പെറോക്സൈഡുകളിൽ ഓക്സിജൻ ചാർജ് -1 ആണ്. സൂപ്പർ ഓക്സൈഡുകൾ എടുത്താൽ അവന്റെ ചാർജ് -1/2 ആണ്. അങ്ങനെ കൂടെ വരും. അപ്പോൾ ഓക്സിജന് വരാവുന്ന ചാർജുകൾ ഏതൊക്കെയാണ്? എപ്പോഴും നിങ്ങൾ ഒരു ഡൗട്ടും ഇല്ലാതെ എഴുതാം -2 എന്നുള്ളത്. പെറോക്സൈഡുകൾക്ക് -1 എന്ന് ഓർത്ത് വെച്ചേക്കുക. ബാക്കിയുള്ളതൊക്കെ 1 മാർക്കിന്റെ ക്വസ്റ്റൻ ആയിട്ട് ഡയറക്റ്റ് ആയിട്ട് ചോദിക്കുക ചെയ്യാം. സൂപ്പർ ഓക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എന്താണ്? പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എന്താണ്? ഓക്സിജൻ ഫ്ലൂറൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് എന്താണ്? ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ ഓക്സിജന്റെ ചാർജ് എത്ര? ഇങ്ങനെയൊക്കെ ചോദിക്കുക. ഈ ഓക്സിജൻ ഏതൊരാളുമായിട്ടും കമ്പൈൻ ചെയ്താൽ അവന്റെ കയ്യിൽ നിന്ന് ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക. കാരണം ഇവനാണ് ഇലക്ട്രോൺ നെഗറ്റീവ് എലമെന്റ്. മറ്റുള്ളവരുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ ഇവനാണ് ഇലക്ട്രോണിനെ വാങ്ങാനുള്ള സാധ്യത കൂടുതൽ. എപ്പോഴും അവൻ 2 ഇലക്ട്രോണിനെയാണ് കൂടുതലായിട്ടും വാങ്ങുക, അത് 2-. പെറോക്സൈഡുകളുടെ കേസ് എടുത്താൽ ഓക്സിജൻ ഒരൊറ്റ ഇലക്ട്രോണിനെ വാങ്ങുള്ളൂ, അതുകൊണ്ട് 1-. സൂപ്പർ ഓക്സൈഡുകളുടെ ചാർജ് എടുക്കുകയാണെങ്കിൽ ഒരു ഓക്സിജന്റെ ചാർജ് -1/2 ആണ്. ഇത്രയും കാര്യങ്ങളൊക്കെയാണ്. ഓക്സിജന് പ്ലസ് ചാർജ് കൂടെ വരും. എപ്പോൾ എന്നറിയാമോ? ഓക്സിജനേക്കാൾ ഹൈ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആണ് ഫ്ലൂറിൻ.
ഫ്ലൂറിനും എല്ലാവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക, ഓക്സിനും എല്ലാവരുടെ കയ്യിൽ നിന്നും ഇലക്ട്രോണിനെ വാങ്ങുകയാണ് ചെയ്യുക. ഓക്സിനും ഫ്ലൂറിനും കൂടെ അടുപ്പിച്ച് വരികയാണെങ്കിൽ ഓക്സിനേക്കാൾ ഇലക്ട്രോണിനെ വാങ്ങാനുള്ള കഴിവ് ഫ്ലൂറിനാണ്. അപ്പോൾ ഫ്ലൂറിനാണ് അപ്പോഴും ഇലക്ട്രോണിനെ വാങ്ങുക. ഓക്സിജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കാൻ നിർബന്ധിതനാകും. ഓക്സിജൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ പ്ലസ് ചാർജ് ആണ് വരിക. അങ്ങനെ +1ഉം +2ഉം കൂടെ ആര് കാണിക്കും? ഓക്സിജൻ കാണിക്കും. എപ്പോൾ മാത്രം? ഫ്ലൂറിനുമായിട്ട് ചേരുമ്പോൾ. O2F2 ആണെങ്കിൽ ഓക്സിജൻ ചാർജ് +1ഉം OF2 ആണെന്നുണ്ടെങ്കിൽ ഓക്സിജൻ ചാർജ് +2ഉമാണ്. റെഡി? അപ്പോൾ ഓക്സിജൻ ഫ്ലൂറൈഡ് നോക്കുക, ഓക്സിജൻ ഡൈഫ്ലൂറൈഡ് നോക്കുക, ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡ് ഈ സാധനം നോക്കുക. അപ്പോൾ എപ്പോഴാണ് +1ഉം +2ഉം ഉള്ളത് നോക്കുക, എപ്പോഴാണ് -2 ഉള്ളത്. സൂപ്പർ ഓക്സൈഡുകളിലും പെറോക്സൈഡിലും ഒരു ചാർജ് ഇതൊക്കെയാണ് നോക്കുക. ഇപ്പം എന്താണെന്ന് പറഞ്ഞാൽ ഓക്സിജന്റെ കോമൺ ഓക്സിജൻ സ്റ്റേറ്റ് എന്ന് പറഞ്ഞാൽ -2 ആണ്, പെറോക്സൈഡുകളിൽ -1 ആണ്, സൂപ്പർ ഓക്സൈഡുകളിൽ -½ ആണ്, ഓക്സിജൻ ഡൈഫ്ലൂറൈഡിൽ +2ഉം ഡയോക്സിജൻ ഡൈഫ്ലൂറൈഡിൽ +1ഉമാണ്. ക്ലിയർ അല്ലേ? റെഡി? ഇനി അടുത്തത് ഹൈഡ്രജന് എപ്പോഴും +1 ആണ്. പക്ഷെ മെറ്റൽ ഹൈഡ്രൈഡുകളിൽ സോഡിയം ഹൈഡ്രൈഡ്, CaH2 ഇങ്ങനെയൊക്കെ മെറ്റൽ ഹൈഡ്രൈഡുകൾ വരുമ്പോൾ ഹൈഡ്രജന്റെ ചാർജ് -1 ആണ്. ഹൈഡ്രജന്റെ ചാർജ് -1. അപ്പോൾ സാധാരണ ഹൈഡ്രജന് +1 ആണ്, മെറ്റൽ ഹൈഡ്രൈഡുകളിൽ ഹൈഡ്രജന്റെ ചാർജ് -1 ആണ്. ഇത് ഞാൻ പിന്നീട് ചോദിക്കും. ഇനി അടുത്ത് കോമൺ ഓക്സിജൻ ഓഫ് ഹാലജന്റെ സാധാരണ എന്താ ചാർജ് കാണിക്കുക? -1. ഹാലജൻ എന്ന് പറഞ്ഞാൽ ഹൈ ഇലക്ട്രോനെഗറ്റീവ് എലമെന്റുകളാണ്. ഫ്ലൂറിൻ, ക്ലോറിൻ, ബ്രോമിൻ, അയഡിൻ എന്ന് പറയുന്ന ആളുകളുടെ ഔട്ടർമോസ്റ്റ് ഷെല്ലിൽ 7 ഇലക്ട്രോണുകളാണ് ഉള്ളത്. എപ്പോഴും വെളിയിൽ നിന്ന് ഒരു ഇലക്ട്രോണിനെ വാങ്ങിക്കുക ചെയ്യുക. അപ്പോൾ -1 ആണ് കൂടുതലായിട്ടുണ്ടായിരിക്കുക. ഈ ഹാലജനുകൾ -1 അല്ലാതെ വേറെയും ഓക്സിഡേറ്റ് കാണിക്കും. അത് നമുക്ക് +2ൽ പഠിക്കാം. റെഡി? അപ്പോൾ ഇത് മാത്രം മനസ്സിലാക്കുക, ഹാലജനുകൾക്ക് -1 ആണ്. അല്ലാതെ നമുക്ക് ഇപ്പോൾ ഇവിടെ നോക്കേണ്ട ആവശ്യം വരുന്നില്ല. ഈ 2 സ്ലൈഡും പറഞ്ഞിരിക്കുന്ന കാര്യം ക്ലിയർ ആണ്. ഈ കിട്ടിയിരിക്കുന്ന അറിവ് ഉപയോഗിച്ചുകൊണ്ട് വേണം ഞാനിപ്പോൾ ചോദിക്കുന്ന ചോദ്യങ്ങൾക്കൊക്കെ ആൻസർ പറയുവാൻ വേണ്ടി. ഇവിടെ നോക്കുക, CO2 എന്ന് പറയുന്ന കോമ്പൗണ്ടിൽ കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതേപോലെ തന്നെ KMnO4ൽ മാംഗനീസിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. H2SO4ൽ സൾഫറിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. അതുപോലെ തന്നെ Cr2O7ൽ സിആറിന്റെ ചാർജ് കണ്ടുപിടിക്കണം. CO3 ൽ കാർബണിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് കണ്ടുപിടിക്കണം. ഇതാണ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്നത്. ആരുടെ ഓക്സിജൻ സ്റ്റേറ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അവനൊഴികെയുള്ള ബാക്കിയുള്ളവരുടെ ചാർജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ബാക്കിയുള്ളവന്റെ ഓക്സിജൻ സ്റ്റേറ്റ് അറിഞ്ഞിരിക്കണം. ഇവർ തമ്മിലുള്ള വ്യത്യാസം നോക്കിയേ. ഇവർ 3 ആളുകളും ന്യൂട്രൽ മോളിക്യൂൾസ് ആണ്. ഇവർ ന്യൂട്രൽ മോളിക്യൂൾ അല്ല, ഇവർ അയണുകളാണ്. CO3 എന്ന് പറഞ്ഞ മോളിക്യൂൾ അല്ല, CO3 എന്ന് പറയുന്ന ഒരു അയണാണ്. Cr2O7 എന്ന് പറയുന്ന ഒരു കോമ്പൗണ്ട് അല്ല. Cr2O7 2- എന്ന് പറഞ്ഞ ചാർജ് ഉള്ള ഒരു അയണാണ്. അപ്പൊ ഇത് ചാർജ് ഉള്ള ആളും ഇത് ചാർജിൽ ന്യൂട്രൽ ആയിട്ടുള്ള 0 ആയിട്ടുള്ള ആളുകൾ. അപ്പൊ ഇതൊക്കെ ന്യൂട്രൽ മോളിക്യൂളുകളാണ്. ഇവരെല്ലാം അയണുകളാണ്. ഇതിന്റെ മീനിങ് എന്താണെന്ന് അറിയാമോ? ഒരു കാർബണിന്റെ ചാർജും 2 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. ഒരു പൊട്ടാസ്യത്തിന്റെ ചാർജും ഒരു മാംഗനീസിന്റെ ചാർജും 4 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. 2 ഹൈഡ്രജന്റെ ചാർജും ഒരു സൾഫറിന്റെ ചാർജും 4 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ 0 കിട്ടണം. ഇവിടെ അങ്ങനെയല്ല. ഒരു കാർബണിന്റെ ചാർജും 3 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയെന്ന് പറഞ്ഞാൽ -2 കിട്ടണം. 2 ക്രോമിയത്തിന്റെ ചാർജും 7 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ -2 കിട്ടണം. റെഡി? നോക്കാം. ന്യൂട്രൽ മോളിക്യൂൾ ആണെങ്കിൽ വളരെ ഈസി ആയിട്ട് എക്സ് വെച്ച് ചെയ്യാതെ തന്നെ നമുക്ക് കണ്ടുപിടിക്കാം. എങ്ങനെയെന്ന് അറിയാമോ? എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്രയും മൈനസ് ചാർജ് ഉണ്ടായാൽ മതി. എത്ര മൈനസ് ചാർജ് ഉണ്ടോ അത്രയും പ്ലസ് ചാർജ് ഉണ്ടായാൽ മതി. ഇപ്പൊ കാർബണിന്റെ ചാർജാണ് കണ്ടുപിടിക്കാൻ പറഞ്ഞിരിക്കുന്നത്. കാർബൺ ഒഴികെയുള്ള മറ്റുള്ളവരുടെ ചാർജ് നമുക്ക് അറിയാമെന്ന് വിചാരിക്കുക. ഇപ്പോൾ ഓക്സിജന്റെ ചാർജ് -2 ആണ്, ഒരു ഓക്സിജന്റെ ചാർജ് -2 ആണ്. 2 ഓക്സിജൻ ആകുമ്പോൾ എന്തായിരിക്കും? -4 ആയില്ലേ? -4. അപ്പോൾ ഓക്സിജന്റെ വക എന്തെയാണ്? -4 ആയി. അപ്പൊ ഇവൻ എന്തായിരിക്കണം? എന്തായാലാണ് ഇവൻ 0 ആവുക? ഇത് രണ്ടിന്റെയും ചാർജ് കൂട്ടിയാൽ കൂട്ടിയാൽ എന്തായിരിക്കും? 0 ആയിരിക്കണം. എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്ര മൈനസ് ചാർജ് ഉണ്ട്. എത്ര മൈനസ് ചാർജ് ഉണ്ടോ അത്ര പ്ലസ് ചാർജ് വേണം. ഇവിടെ ടോട്ടലായിട്ട് എത്ര മൈനസ് ചാർജ് ഉണ്ട്? 4 മൈനസ് ചാർജ് ഉണ്ട്. അപ്പോൾ +4 ആയ പോലെ. ഇത് +4 -4 കൂടെ 0 ആയില്ലേ? +4 -4 0 ഇല്ലേ? എക്സ് ഇല്ലാ ചെയ്യാം. സിമ്പിളായിട്ട് വഴി എന്താണെന്നറിയാമോ? ആരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണോ നിങ്ങൾക്ക് കണ്ടുപിടിക്കേണ്ടത് അവൻ ഒഴികെയുള്ള ബാക്കിയുള്ള എല്ലാവരുടെയും ചാർജ് എല്ലാം കൂടെ ആഡ് ചെയ്യുക, സൈൻ മാറ്റുക. ബാക്കിയുള്ള എല്ലാവരുടെയും ചാർജ് ആഡ് ചെയ്യുക, സൈൻ മാറ്റുക. ഇവിടെ കാർബൺ അല്ലാതെ വേറെ ആരൊക്കെ ഉണ്ട്? 2 ഓക്സിജൻ ഉണ്ട്. 2 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടുക. ഒരു ഓക്സിജൻ ചാർജ് -2. അപ്പൊ 2 ഓക്സിജന്റെ ചാർജ് പറഞ്ഞാൽ -4. സൈൻ മാറ്റുക +4. KMnO4 മാംഗനീസ് ചാർജ് എങ്ങനെ കണ്ടുപിടിക്കാം? മാംഗനീസ് ഒഴികെ ബാക്കിയുള്ളവരുടെ ചാർജ് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. സാർ പൊട്ടാസ്യം ചാർജ് അറിയില്ലേ സാർ? 1ാമത്തെ ഗ്രൂപ്പിലെ എലമെന്റ് ആണ് പൊട്ടാസ്യം. അവന്റെ ചാർജ് +1 ആണ്. സാർ ഇപ്പം മനസ്സിലായി സാർ. ഇങ്ങനെ ഓരോ ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കി വരും. പൊട്ടാസ്യം ചാർജ് +1 ആണ്. ഓക്സിജന്റെ ചാർജ് -2 ആണ്. 4 ഓക്സിജൻ ആകുമ്പോൾ -8 ആണ്. അല്ലേ? ഞാൻ എന്ത് പറഞ്ഞു? മാംഗനീസ് ഒഴികെയുള്ള ബാക്കിയുള്ളവരുടെ എല്ലാവരും ചാർജ് ആഡ് ചെയ്യുക, സൈൻ മാറ്റുക. +1ഉം -8ഉം കൂടെ കൂട്ടിയാൽ എത്രയാണ്? വലുതെന്ന് ചെറുത് കൊടുത്ത് വലുതെന്ന് സൈൻ ഇടുക. അപ്പൊ രണ്ടും കൂടെ കൂട്ടിയാൽ -7 എന്ന് വരും. -7 എന്ന് വരും അല്ലേ? സൈൻ മാറ്റുക +7.
ഇവനെയും ഇവരെയും കൂടെ ആഡ് ചെയ്യുന്നു. ആരുടെ ഓക്സിഡേഷൻ സ്റ്റേറ്റ് ആണോ കണ്ടുപിടിക്കുന്നത് അവൻ ഒഴികെയുള്ളവരുടെ ചാർജ് ആഡ് ചെയ്യുക, സൈൻ മാറ്റുക. +1 -8 കൂടെ ആഡ് ചെയ്താൽ -7 എന്ന് കിട്ടും. സൈൻ മാറ്റുക +7, സൈൻ മാറ്റുക +7. അതേപോലെ H2SO4 സൾഫറിന്റെ ചാർജ് എന്തായിരിക്കും? SO4ന്റെ ചാർജ് 2- ആണ്. അത് പിന്നീട് പറഞ്ഞുതരാം. ഇത് നോക്കുക, H2SO4 സൾഫറിന്റെ ചാർജ് കണ്ടുപിടിക്കാൻ കൂടെയുള്ളവരുടെ ചാർജ് എല്ലാം ആഡ് ചെയ്യണം, സൈൻ മാറ്റുക അല്ലേ. ഹൈഡ്രജൻ ചാർജ് +1 ആണ്. ഹൈഡ്രജൻ ചാർജ് +1 ആണ്. 2 ഹൈഡ്രജൻ ആകുമ്പോൾ +2. ഒരു ഓക്സിജൻ ചാർജ് -2 ആണ്. 4 ഓക്സിജൻ ആകുമ്പോൾ -8. അപ്പോൾ -8ഉം +2ഉം കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ -6 എന്ന് വരും. സൈന് മാറ്റുക +6, സൈന് മാറ്റുക +6. സൾഫറിന്റെ ചാർജ് +6 എന്ന് കിട്ടിയോ? ഇതൊക്കെ ഓർത്ത് വെച്ചോണേ. H2SO4 സൾഫറിന്റെ ചാർജ് +6 ആണ്. മാംഗനീസിന്റെ ചാർജ് KMnO4 +7. +7 എന്നൊക്കെ പറഞ്ഞു +7 എന്നൊക്കെ പറഞ്ഞാൽ എന്തുവാ? 7 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിരിക്കുക. സ്റ്റെബിലിറ്റിക്ക് വേണ്ടി 7 ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിരിക്കുക. മാംഗനീസിന്റെ അറ്റോമിക് നമ്പർ 25 ആണ്. ഔട്ടർ മോസ്റ്റ് ഇലക്ട്രോണിക് കോൺഫിഗറേഷൻ 3d5 4s2 ആണ്. ഈ 4s 2 ഇലക്ട്രോൺ പോകും, 3d 5 ഇലക്ട്രോൺ, ടോട്ടൽ 7 ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കും. 7 ഇലക്ട്രോണിനേക്ക് വിട്ടു കൊടുക്കും. എന്ത് പരിപാടിയല്ലേ? CrO3 2- എന്ന് പറഞ്ഞാൽ ഒരു കാർബണിന്റെ ചാർജ് 3 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ -2 എന്ന് കിട്ടണം. 0 അല്ല കിട്ടേണ്ടത്. ഒരു കാർബണിന്റെ ചാർജ് 3 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ -2 എന്ന് കിട്ടണം. ഇവിടെ ഞാൻ പറഞ്ഞതുപോലെ മറ്റുള്ളവരുടെ ചാർജ് ആഡ് ചെയ്യുക, സൈൻ മാറ്റുക, മറ്റുള്ളവരുടെ ചാർജ് ആഡ് ചെയ്യുക, സൈൻ മാറ്റുക എന്ന് പറഞ്ഞ പാട്ട് നമുക്ക് ഇവിടെ പാടാൻ പറ്റത്തില്ല. വളരെ ഈസി ആയിട്ട് നമ്മൾ ചെയ്യേണ്ട കാര്യം എക്സ് വെച്ച് ചെയ്യാം. നിങ്ങൾക്കത് ഈസി ആയിട്ട് ഇവിടെ നിങ്ങൾക്ക് തോന്നുമെങ്കിൽ എക്സ് ചെയ്യാം. എനിക്ക് മനക്കണക്കിൽ ചെയ്യാൻ പറ്റുമോ? ഞാൻ സാറല്ലേ. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാവുന്നതാണ്? എക്സ് വെച്ച് ചെയ്യാവുന്നതാണ്. ആരുടെ ചാർജാണോ കണ്ടുപിടിക്കേണ്ടത് അവരുടെ ചാർജ് എക്സ് എന്ന് കൊടുക്കുന്നു. അപ്പോൾ കാർബണിന്റെ ചാർജ് കണ്ടുപിടിക്കണം, കാർബണിന്റെ ചാർജ് എക്സ് എന്ന് കൊടുക്കണം. അപ്പോൾ കാർബണിന്റെ ചാർജ് എക്സ്, ഒരൊറ്റ കാർബൺ അല്ലേ ഉള്ളൂ, അപ്പോൾ ഒരു എക്സ് പ്ലസ് ഓക്സിജന്റെ ചാർജ് -2 ആണ്. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 3 ഓക്സിജൻ ഉണ്ട് അല്ലേ. എന്താ ഇവിടെ എഴുതിയിരിക്കുന്നത്? കാർബണിന്റെ ചാർജ് എക്സ് എന്ന് എഴുതിയിരിക്കുന്നു, ഓക്സിജന്റെ ചാർജ് -2 എന്ന് എഴുതിയിരിക്കുന്നു. ഇത് രണ്ടും കൂടെ കൂട്ടി എന്ന് പറഞ്ഞാൽ എത്ര കിട്ടണം? ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ നമുക്ക് കിട്ടേണ്ടത് -2 ആണ്. ഇത് രണ്ടും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? -2 കിട്ടണ്ട, -2 ആണ് കിട്ടേണ്ടത്. റെഡിയല്ലേ? റെഡി. അപ്പോൾ എക്സ് -2 × 3 എന്ന് പറഞ്ഞാൽ -6 = -2. എക്സ് = -2, -6 അങ്ങോട്ട് പോയാൽ +6, എക്സ് = +4. അപ്പോൾ കാർബണിന്റെ ചാർജ് എത്രയാണ്? +4. കാർബണിന്റെ ചാർജ് എത്രയാണ്? +4. റെഡിയല്ലേ? Cr2O7 2- എങ്ങനെ കണ്ടുപിടിക്കുക? ക്രോമിയത്തിന്റെ ചാർജ് എക്സ്, എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. 2 ക്രോമിയം നോട്ട് പോയിന്റ്, 2 ക്രോമിയം ഉണ്ട്. 2x പ്ലസ് ഓക്സിജന്റെ ചാർജ് എത്രയാണ്? -2. അങ്ങനത്തെ എത്ര ഓക്സിജൻ ഉണ്ട്? 7 ഓക്സിജൻ. അപ്പോൾ 2 ക്രോമിയത്തിന്റെ ചാർജും 7 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ എത്ര കിട്ടണം? -2 കിട്ടണം. എത്ര കിട്ടണം? -2 എന്ന് കിട്ടണം. റെഡിയല്ലേ? ഇതാണത് -2 കിട്ടണം. ഈ ആരോ മാർക്ക് ഇട്ടിരിക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാക്കാനാണ്. നിങ്ങൾ ആൻസർ ഷീറ്റിലൊന്നും എഴുതി വെക്കരുത്. ഇങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ എഴുതിയിരിക്കുന്നത്. റെഡി. അപ്പോൾ 2x -2 × 7 എന്ന് പറഞ്ഞാൽ -14 = -2. 2x -2 അപ്പുറത്തുണ്ട് -14 അങ്ങോട്ട് പോയാൽ +14 ആയിട്ട് മാറും. അപ്പോൾ നമുക്ക് എന്ത് കിട്ടും? 12 എന്ന് കിട്ടും. 2x എന്ന് പറഞ്ഞാൽ 12 ആണെങ്കിൽ x എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? 12/2 = 6 +6 പ്ലസ് മൈനസ് എന്നിട്ട് കൊടുക്കണം +6. ഓർത്തേക്ക് Cr2O7 2- +6. ഞാൻ പിന്നീട് പ്രോബ്ലം ചെയ്യുമ്പോൾ ഞാൻ ചോദിക്കും Cr2O7 2- ക്രോമിയത്തിന്റെ ചാർജ് എത്ര? Cr2O7 2- ക്രോമിയത്തിന്റെ ചാർജ് +6 ആണ്. ഞാൻ ആ പ്രോബ്ലം എഴുതി പോകുമ്പോൾ Cr2O7 2- നമ്മൾ ചെയ്താണ്. ക്രോമിയത്തിന്റെ ചാർജ് +6 ആണെന്ന് മാത്രമേ ഞാൻ പറയുള്ളൂ. അതിപ്പോൾ ഞാൻ ഇവിടെ പറയുന്നുണ്ട്, ആ സമയത്ത് ഞാൻ പറയത്തില്ല. വീഡിയോയുടെ ലെങ്ത് കൂടുകൊണ്ടാണ്. അപ്പോൾ അങ്ങനെയാണ് നമ്മൾ കണ്ടുപിടിക്കുക. അപ്പോൾ ഇതിനകത്ത് നോക്കുക, സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞാൽ തന്നിരിക്കുന്ന ഒരു കോമ്പൗണ്ടിലെ മെറ്റൽ ഉണ്ടായിരിക്കും, നോൺ മെറ്റൽ ഉണ്ടായിരിക്കും. പോസിറ്റീവ് ചാർജുള്ള കാറ്റയോൺ ഉണ്ടായിരിക്കും, നെഗറ്റീവ് ചാർജുള്ള ആനയോൺ ഉണ്ടായിരിക്കും. കാറ്റയോണിന്റെ പേര് പറഞ്ഞാൽ കാറ്റയോണിന്റെ സിമ്പിൾ എഴുതി കഴിഞ്ഞാൽ തന്നെ അവന്റെ ചാർജ് റോമൻ ലെറ്ററിൽ ബ്രാക്കറ്റിൽ എഴുതുന്നതാണ് സ്റ്റോക്ക് നൊട്ടേഷൻ എന്ന് പറഞ്ഞത്. അതായത് ഓറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ അലുമിനിയം ക്ലോറൈഡ് ആണ്. ആക്ച്വലി അതെന്താണെന്ന് അറിയാമോ? AuCl ആണ് എന്താണ് ഓറസ് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ. അതിൽ എയുടെ ചാർജ് എത്രയെന്ന് പറഞ്ഞേ? ക്ലോറിന്റെ ചാർജ് -1. അപ്പോൾ എയുടെ ചാർജ് എത്രയായിരിക്കും? +1 ആയിരിക്കും. എയുടെ ചാർജ് എത്രയാണ്? +1. അപ്പോൾ എയുടെ ചാർജ് +1 എന്നുള്ളത് റോമൻ ലെറ്ററിൽ എഴുതുക, അതിനുശേഷം Cl എന്ന് കൊടുക്കുക. ഇതാണ് ഓറസ് ക്ലോറൈഡിന്റെ സ്റ്റോക്ക് നൊട്ടേഷൻ. ഇതിനകത്ത് ഓറിക് ക്ലോറൈഡ് എങ്ങനെയാണ് ഉണ്ടാവുക? ഓറിക് ക്ലോറൈഡ് എന്ന് പറഞ്ഞാൽ AuCl3 ആണ്. AuCl3യിൽ എയുടെ ചാർജ് എത്രയായിരിക്കും ഉണ്ടായിരിക്കുക? ക്ലോറിന്റെ ചാർജ് -1 ആണ്. 3 ക്ലോറിനാകുമ്പോൾ -3 അല്ലേ? 3 ക്ലോറിനാകുമ്പോൾ -3 അല്ലേ? അപ്പോൾ എയുടെ ചാർജ് എത്രയായിരിക്കും? +3. എയുടെ ചാർജ് എത്രയാണ്? +3 ആണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? AU എന്ന് എഴുതുന്നു. അതിന്റെ ചാർജ് നമ്മൾ ഇടുന്നു. എയുടെ ചാർജ് 1 2 3. എയുടെ ചാർജ് 1 2 3 പിന്നെ Cl3. AuCl3 എന്നതാണ് നമ്മൾ ഇവിടെ മാർക്ക് ചെയ്യുന്നത്. റെഡിയല്ലേ? ഇനി അടുത്തത് MnO2. MnO2ൽ എമ്മിന്റെ ചാർജ് നമ്മൾ കണ്ടുപിടിക്കേണ്ടതാണ്. MnO2ൽ എമ്മിന്റെ ചാർജ് എങ്ങനെ നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക? MnO2ൽ എമ്മിന്റെ ചാർജ് എങ്ങനെ കണ്ടുപിടിക്കണം? ഇതിപ്പോൾ വളരെ ഈസിയാണ്. ഓന്റെ ചാർജ് -2. 2 ഓക്സിജൻ ആകുമ്പോൾ -4 ആയി. 2 ഓക്സിജൻ ആകുമ്പോൾ -4. അപ്പോൾ എമ്മിന്റെ ചാർജ് എത്രയാണ്? +4 ആണ്.
അപ്പോൾ MnO2ന്റെ സ്റ്റോക്ക് നോട്ടേഷൻ എങ്ങനെ ഉണ്ടായിരിക്കുക? Mn എന്ന് എഴുതുന്നു, റോമൻ ലെറ്ററിൽ 4 എന്ന് എഴുതുന്നു, O2 എന്ന് കൊടുക്കുന്നു. ഇതാണ് MnO2ന്റെ സ്റ്റോക്ക് നോട്ടേഷൻ. ക്ലിയർ അല്ലേ? റെഡി. ഇനി അടുത്തത് നിക്കൽ സൾഫേറ്റ് എടുക്കുകയാണ്. നിക്കൽ സൾഫേറ്റ് എടുക്കുകയാണെന്ന് പറഞ്ഞാൽ നിക്കൽ സൾഫേറ്റിന്റെ ഓക്സിജൻ സ്റ്റേറ്റ് നമ്മൾ കണ്ടുപിടിക്കുന്നുണ്ട്. ഇവിടെ നോക്കണേ, നിക്കൽ എന്ന് എഴുതിയിട്ടുണ്ട്, 2 എന്ന് എഴുതിയിട്ടുണ്ട്, സൾഫേറ്റ് എന്ന് എഴുതിയിട്ടുണ്ട്. നിക്കൽ എന്ന് പറഞ്ഞാൽ Ni ആണ്. നിക്കൽ എന്ന് പറഞ്ഞാൽ Ni ആണ്. അതിനോടൊപ്പം സൾഫേറ്റ് എന്ന് പറഞ്ഞാൽ SO4 ആണ്. SO4ന്റെ ചാർജ് 2- ആണ്. നിക്കലിന്റെ ചാർജ് 2+ തന്നിട്ടുണ്ട്. നോക്കണേ, ഇതിൽ തന്നെ തന്നിട്ടുണ്ട്. സൾഫേറ്റിന്റെ ചാർജ് നമുക്ക് അറിഞ്ഞിരിക്കണം എന്താണ് 2- ആണ് എന്നുള്ളത്. നിക്കലിന്റെ ചാർജ് 2+ എന്ന് തന്നിട്ടുണ്ട്. നിക്കലിന്റെ ചാർജ് 2+ എന്ന് ഇത് മനസ്സിലായി. സൾഫേറ്റിന്റെ ചാർജ് 2- നമുക്ക് അറിയണം കേട്ടോ. SO4ന്റെ ചാർജ് 2- ആണ്. CO3യുടെ ചാർജ് 2- ആണ്. SO4ന്റെ ചാർജ് 2- ആണ്. ഇതൊക്കെ സൾഫേറ്റ്, ഇത് കാർബണേറ്റ് എന്നൊക്കെയാണ് പറയുക. ഓക്കെ, റെഡി. അപ്പോൾ ഈ ഒരു കോമ്പൗണ്ട് എടുത്താൽ എത്ര പ്ലസ് ചാർജ് ഉണ്ടോ അത്രയും മൈനസ് ചാർജ് ഉണ്ടോ. അതുകൊണ്ട് തന്നെ വളരെ ഈസി ആയിട്ട് ഇതിനെ മോളിക്കുലർ ഫോമിൽ എഴുതാവുന്നതേ ഉള്ളൂ. NiSO4 എന്ന് എഴുതാവുന്നേ ഉള്ളൂ. റെഡി. ഇനി അതുപോലെ നോക്കുക, ടിൻ 4 ഓക്സൈഡ് തന്നിരിക്കുന്നു. ടിൻ എന്ന് പറഞ്ഞാൽ SN ആണ്. ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O ആണ്. റെഡി. ടിൻ ഓക്സൈഡ് എന്ന് പറഞ്ഞാൽ O ആണ്. ടിൻ എന്ന് പറഞ്ഞാൽ S ആണ്. SNന്റെ ചാർജ് എത്ര തന്നിരിക്കുന്നു? +4 തന്നിരിക്കുന്നു. SNന്റെ ചാർജ് എത്ര തന്നിരിക്കുന്നത്? +4 തന്നിരിക്കുകയാണ്. ഓക്സിജന്റെ ചാർജ് -2 അല്ലേ? ഇവിടെ പ്ലസ് ചാർജ് മൈനസ് ചാർജും ഈക്വൽ ആയോ? ഇല്ല. പ്ലസ് ചാർജ് എന്ന് പറയുന്നത് 4 എണ്ണം ഉണ്ട്, മൈനസ് ചാർജും 4 എണ്ണം വേണം. അപ്പോൾ 2 ഓക്സിജൻ എടുക്കണ്ടേ? അപ്പോൾ ഇത് SnO അല്ല, SnO2 ആണെന്ന് നമുക്ക് മനസ്സിലാക്കാം. SnO അല്ല, മറിച്ച് SnO2 ആണെന്ന് മനസ്സിലാക്കാം. എന്തുകൊണ്ട് SnO2 എന്ന് വന്നു? ഇപ്പൊ ടിൻ ഓക്സൈഡ് ആണെങ്കിൽ ടിൻ എന്ന് എഴുതി, ഓക്സിജൻ എഴുതി, കഴിഞ്ഞോ? ഇല്ല. ടിന്നിന്റെ ചാർജ് +4 ആണ്, ഓക്സിജൻ ചാർജ് -2 ആണ്. ഇത് കറക്റ്റായോ? കറക്റ്റായിട്ടില്ല. എത്ര പ്ലസ് ചാർജ് ഉണ്ട് അത്ര മൈനസ് ചാർജ് വേണ്ടേ? +4 ആണല്ലേ അവിടെ ഉള്ളത്. അപ്പോൾ നമുക്ക് അപ്പുറത്തും -4 വേണ്ടേ? ഒരു ഓക്സിജൻ ചാർജ് -2 ആണ്. 2 ഓക്സിജൻ എടുത്താലല്ലേ -4 ആവുള്ളൂ, +4 -4 ആവുള്ളൂ, 0 ആവുള്ളൂ. അപ്പോൾ O2 2 എണ്ണമാണ് എടുക്കേണ്ടത് എന്നുള്ളത് നമ്മൾ ഇവിടുന്ന് മനസ്സിലാക്കുകയാണ്. എങ്ങനെ ഈ ചാർജിൽ നിന്ന് മനസ്സിലാക്കുകയാണ്. ഇതാണ് സ്റ്റോക്ക് നോഷനുമായി ബന്ധപ്പെട്ട് വരാവുന്ന ചോദ്യങ്ങളും ഭാഗങ്ങളും എന്ന് പറയുന്നത്. കൂടുതൽ ഡീറ്റെയിൽ ആയിട്ട് അല്ലെങ്കിൽ കൂടുതൽ ക്വസ്റ്റൻസ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാം, ക്വസ്റ്റൻ ഡിസ്കഷന്റെ ഭാഗത്ത് ഉൾപ്പെടുത്താം. കേട്ടോ, സൂപ്പർ 30 ഗംഭീരമാക്കി തരാം. റിഡോക്സ് റിയാക്ഷനോട് നമ്മൾ കടക്കുകയാണ്. റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഓക്സിഡേഷനും റിഡക്ഷനും ഒരുമിച്ച് നടക്കുന്ന റിയാക്ഷനുകളെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞത്. ഈ ചാപ്റ്റർ എന്താണെന്ന് നമ്മൾ ഇതിനെ പറഞ്ഞു തുടങ്ങാനായിട്ട് പോകുന്നത്. ഓക്സിഡേഷനും റിഡക്ഷൻ സൈമൾട്ടേനിയസ്ലി നടക്കുകയാണെങ്കിൽ അതിനെയാണ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറയുക. The reaction in which the oxidation and reduction takes place at the same time are called redox reactions. Ready? അപ്പോൾ നിങ്ങളുടെ ചോദ്യം ഉണ്ടായിരിക്കും, സാർ എന്താണ് സാർ ഓക്സിഡേഷൻ, സാർ എന്താണ് സാർ റിഡക്ഷൻ, എന്താണ് ഓക്സിഡേഷൻ, എന്താണ് റിഡക്ഷൻ, എന്തിനാണ് ഓക്സിഡേഷൻ പറയുക, എന്തിനാണ് റിഡക്ഷൻ പറയുക? 6 ടേമിൽ നമുക്ക് പറയാം. 6 ടേമിൽ പറയാം. നിങ്ങൾക്ക് ഓക്സിജനെ വെച്ചുകൊണ്ടും ഇലക്ട്രോണിനെ വെച്ചുകൊണ്ടൊക്കെയാണ് പറയാൻ അറിയുന്നുണ്ടായിരിക്കുക. 6 ടേമിൽ പറയാൻ പറ്റും. 6 എന്ന് പറഞ്ഞ് തലകറങ്ങേണ്ടതില്ല. ഈ ഒരൊറ്റ ഭാഗം മാത്രം ഞാൻ വളരെ വേഗത്തിൽ 30 സെക്കൻഡ് 40 സെക്കൻഡ് ഞാൻ കാര്യം പറഞ്ഞു തരും. ഈ ഓക്സിഡേഷൻ എന്താണെന്ന് 6 കാര്യങ്ങൾ വെച്ചുകൊണ്ട് നിങ്ങൾ പറയും. അതിനോടൊപ്പം തന്നെ റിഡക്ഷൻ എന്താണെന്നുള്ളൂ അതുപോലെ തന്നെ നിങ്ങൾ പറയും. ഞാൻ പറയുന്നത് കേട്ട് നിങ്ങൾ പറയും. നോക്കിയോ, വളരെ ഈസിയാണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തൽ ഓക്സിഡേഷൻ അല്ലേ? അത് നിങ്ങൾക്ക് അറിയാമല്ലോ. ഒരാൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തൽ ഓക്സിഡേഷൻ ആണ്. ഇപ്പം വേണ്ട ഈ അലുമിനിയം എന്ന് പറയുന്നവൻ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ എന്ത് ചാർജ് കിട്ടും? +1 കിട്ടും. 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2+, 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 3+. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തുകൊണ്ടിരുന്നാൽ ഓക്സിഡേഷനാണ് നമുക്കറിയാം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കവേ ഇവന്റെ ചാർജ് എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണ്. ഇവന്റെ ഓക്സിഡേഷൻ നമ്പർ എന്ത് ചെയ്യുകയാണ്? കൂടി വരികയാണ്. ഇപ്പൊ ക്ലോറിൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ -1, ക്ലോറിൻ 0 ആയിരുന്നു, ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ -1. ഇപ്പൊ Z എന്ന് പറയുന്ന ഒരുത്തൻ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ +, 2 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2+, 3 ഇലക്ട്രോണിനെ വിട്ടാൽ 3+, 4 ഇലക്ട്രോണിനെ വിട്ടാൽ 4+. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും തോറും ഓക്സിഡേഷൻ സ്റ്റേറ്റ് കൂടി വരികയാണ്. ഇപ്പോ M എന്ന് പറയുന്ന ഒരുത്തൻ ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ -, 2 ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ 2-, 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ 3-. അപ്പോൾ ഇലക്ട്രോണിനെ വാങ്ങിച്ചാൽ ഇവന്റെ ചാർജ് കുറഞ്ഞു വരികയാണ്. അഥവാ ഓക്സിജൻ സ്റ്റേറ്റ് കുറഞ്ഞു വരികയാണ്. മനസ്സിലാക്കേണ്ട കാര്യം, ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണ്. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുന്നതിന്റെ ഫലമായിട്ട് ഇവന്റെ ഓക്സിഡേഷൻ നമ്പർ കൂടുകയാണ്. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഒരാൾക്ക് കൂടി എന്ന് പറഞ്ഞാൽ, എനിക്ക് ഓക്സിഡേഷൻ നമ്പർ 1 കൂടി എന്ന് പറഞ്ഞാൽ ഞാൻ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നല്ലേ അർത്ഥം. അപ്പോൾ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും എന്താണ്? ഓക്സിഡേഷൻ അല്ലേ? ഇൻക്രീസിങ്. അപ്പോൾ ലെഫ്റ്റിൽ ഒരുത്തനുണ്ട്, A എന്ന് പറയുന്ന ഒരുത്തൻ 0 ആയിരുന്നേ, വേണ്ട, A എന്ന് പറയുന്ന ഒരുത്തൻ +2 ആയിരുന്നു. ആ A എന്ന് പറയുന്ന ഒരുത്തൻ +3 ആയിട്ട് മാറി. എന്താ ഉദ്ദേശിക്കുന്നത്? +2 എന്ന് പറയുന്ന +3 ആയിട്ട് ഒന്ന് മാറിയത് എങ്ങനെയാണ്? 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തിട്ട്. അപ്പോൾ അത് ഓക്സിഡേഷൻ അല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ ഒരാൾക്ക് കൂടി എന്ന് പറഞ്ഞാൽ അവന് ഓക്സിഡേഷൻ സംഭവിച്ചു എന്ന് തന്നെയാണ്. അപ്പോൾ ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്. അതിന്റെ ഫലമായിട്ട് അവന് ഓക്സിഡേഷൻ നമ്പർ കൂടും. ഓക്സിഡേഷൻ നമ്പർ കൂടിയാലും ഓക്സിഡേഷൻ ആണ്. അതുമല്ലാതെ ഒരാളിൽ ഓക്സിജൻ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ ആണ്. അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ ആണ്. ഓക്സിജനെ ആഡ് ചെയ്താലാണ് ഓക്സിഡേഷൻ എങ്കിൽ ഹൈഡ്രജനെ റിമൂവ് ചെയ്താലും ഓക്സിഡേഷൻ ആണ്.
ഹൈഡ്രജനെ റിമൂവ് ചെയ്താലും ഓക്സിഡേഷൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ എന്താണ്? ഓക്സിഡേഷൻ ആണ്. 4 കാര്യങ്ങൾ ഇപ്പോൾ നമുക്ക് മനസ്സിലായി. 4 കാര്യങ്ങൾ മനസ്സിലായി. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ. റെഡി അല്ലേ? ഓക്സിജന്റെ ചാർജ് എന്താ? -2 അല്ലേ? നെഗറ്റീവ് ചാർജ് അല്ലേ ഓക്സിജന്? ഓക്സിജനെ ആഡ് ചെയ്താൽ ഓക്സിഡേഷൻ ആണെങ്കിൽ നെഗറ്റീവ് ചാർജ് ഉള്ള ആരെ ആഡ് ചെയ്താലും ഓക്സിഡേഷൻ ആണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഓക്സിഡേഷൻ ആണ്. അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രജനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണ് അല്ലേ? ഹൈഡ്രജനെ വിട്ടുകൊടുത്താൽ ഓക്സിഡേഷൻ ആണ്. ഹൈഡ്രജന് +1 അല്ലേ ചാർജ്? പ്ലസ് ചാർജ് ഉള്ള ആരെ വിട്ടുകൊടുത്താലും ഓക്സിഡേഷൻ ആണ്. റിമൂവൽ ഓഫ് എനി ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് അതും എന്താണ്? ഓക്സിഡേഷൻ ആണ്. 6 കാര്യങ്ങൾ എങ്ങനെ പറയാം? ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ എന്നോടൊപ്പം പറയുക ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ ആണെങ്കിൽ അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റും ഓക്സിഡേഷൻ ആണ്. റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ ആണ് എങ്കിൽ റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റും ഓക്സിഡേഷൻ ആണ്. 6 കാര്യങ്ങൾ കിട്ടിയോ? 6 കാര്യങ്ങൾ കിട്ടിയോ? അപ്പുറത്തെ സ്ലൈഡിൽ റിഡക്ഷൻ ആണ് കൊടുത്തിരിക്കുന്നത്. ഈ റിഡക്ഷൻ എന്താണെന്ന് നോക്കാതെ ഓക്സിഡേഷൻ നിങ്ങൾക്ക് മനസ്സിലായാൽ ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് റിഡക്ഷൻ. എങ്ങനെ പറയാം? എങ്ങനെ പറയാം? ലോസ് ഓഫ് ഇലക്ട്രോൺ ആണ് ഓക്സിഡേഷൻ എങ്കിൽ ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ, ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് റിഡക്ഷൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് റിഡക്ഷൻ. കിട്ടിയോ? കിട്ടിയോ? ഈ പറഞ്ഞ 6 കാര്യങ്ങളുടെ നേരെ ഓപ്പോസിറ്റ്. ലോസ് ഓഫ് ഇലക്ട്രോൺ ഓക്സിഡേഷൻ ആണ്, ഗെയിൻ ഓഫ് ഇലക്ട്രോൺ റിഡക്ഷൻ ആണ്, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ഓക്സിഡേഷൻ ആണ്, ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ റിഡക്ഷൻ ആണ്, അഡീഷൻ ഓഫ് ഓക്സിജൻ ഓക്സിഡേഷൻ ആണ്, റിമൂവൽ ഓഫ് ഓക്സിജൻ റിഡക്ഷൻ ആണ്, റിമൂവൽ ഓഫ് ഹൈഡ്രജൻ ഓക്സിഡേഷൻ ആണ്, അഡീഷൻ ഓഫ് ഹൈഡ്രജൻ റിഡക്ഷൻ ആണ്, അഡീഷൻ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ഓക്സിഡേഷൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് റിഡക്ഷൻ, റിമൂവൽ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് ഓക്സിഡേഷൻ, അഡീഷൻ ഓഫ് ഇലക്ട്രോ പോസിറ്റീവ് എലമെന്റ് റിഡക്ഷൻ. ഞാൻ ലാസ്റ്റ് പറഞ്ഞത് കൺഫ്യൂഷൻ ഉണ്ടാക്കിയെന്ന് വിചാരിക്കുന്നു. ബട്ട് മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾക്ക് മനസ്സിലായെന്നാണ് എൻ്റെ വിശ്വാസം. ലൈവ് അല്ലാത്തത് കൊണ്ടേ ടീ ഇടൂ എന്നൊക്കെ പറയാൻ പറ്റത്തില്ല. നിങ്ങൾക്ക് എന്താ അവരുടെ അവസ്ഥ എന്നുള്ള അറിയത്തില്ലല്ലോ. വളരെ ഡീറ്റെയിൽ ആയിട്ട് വൃത്തിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കും. സിമ്പിൾ സാധനമല്ലേ? 6 കാര്യങ്ങൾ അടിപൊളിയായിട്ട് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. അഥവാ നിങ്ങൾ കിട്ടുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യുന്നത് അറിയാമോ? ഒരു 10-20 സെക്കൻഡ് ബാക്ക് അടിക്കുക. അപ്പോൾ ഞാനിത് ഒന്നുകൂടെ പറയുന്നത് നിങ്ങൾക്ക് കേൾക്കാം. സാർ ഒന്നുകൂടെ പറയുമെന്ന് പറയുമ്പോൾ ഞാനിപ്പോൾ റെക്കോർഡായിട്ടില്ല ഇടുന്നത്. അതുകൊണ്ട് നിങ്ങൾക്ക് പെട്ടെന്ന് എന്ത് ചെയ്യാൻ പറ്റത്തില്ല, എനിക്ക് പറയാൻ പറ്റില്ല. കമന്റ് ഞാൻ കാണുന്നില്ലല്ലോ. അപ്പോൾ നിങ്ങൾ ബാക്ക് അടിച്ചാൽ ഞാനിത് ഒന്നും കൂടെ പറയുന്നവരെ നിങ്ങൾ കേൾക്കാൻ പറ്റും. ശാസ്ത്രത്തിന് ഒരു വളർച്ചയെ ഇവിടെ നമുക്ക് നോക്കാം. ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ നടക്കുന്നത്, ആർക്കാണ് റിഡക്ഷൻ നടക്കുന്നത്, എന്താണ്, എങ്ങനെയൊക്കെ നമുക്ക് പറയാൻ കഴിയുക നമുക്ക് നോക്കാം. ഇതിൽ ഓരോ ആളുകളുടെയും കാര്യം നമുക്ക് നോക്കാം. ഞാൻ പറഞ്ഞിരുന്നത് കോപ്പർ സൾഫേറ്റ് ആണ്. സൾഫേറ്റിന്റെ ചാർജ് എത്രയാണ്? ഇതിൽ ആർക്കാണ് ഓക്സിഡേഷൻ റിഡക്ഷൻ നടന്നതെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് എല്ലാവർക്കും ഇവരുടെ ചാർജ് നമുക്ക് എഴുതാം. എല്ലാവരുടെയും ചാർജ് നമുക്ക് എഴുതാം. ഇവന്റെ ഇതെന്താ? സൾഫേറ്റ് ആണ്. SO4. ഇത് കോപ്പറിന്റെ സൾഫേറ്റ്, ഇത് സിങ്കിന്റെ സൾഫേറ്റ്. സൾഫേറ്റിന്റെ ചാർജ് ഞാൻ പറഞ്ഞിരുന്നു. സൾഫേറ്റിന്റെ ചാർജ് ഞാൻ പറഞ്ഞിരുന്നു. എന്താണ്? SO4ന്റെ ചാർജ് 2-. SO4ന്റെ ചാർജ് എസിന്റെ 2- അല്ല, ഓടെ 2- അങ്ങനെയല്ല. SO4 എന്ന് പറയുന്നതിന്റെ ചാർജ് 2-. സൾഫറിന്റെ മാത്രം ചാർജ് എടുക്കുകയാണെങ്കിൽ +6 ആണ്. ഓക്സിജന്റെ മാത്രം ചാർജ് എടുക്കുകയാണെങ്കിൽ -2 ആണ്. 4 ഓക്സിജന്റെയും ഒരു സൾഫറിന്റെ ചാർജ് കൂടെ ആഡ് ചെയ്താൽ 2-. അപ്പൊ സൾഫേറ്റിന്റെ ചാർജ് 2-. ഓക്കെ, റെഡി അല്ലേ? SO4ന്റെ ചാർജ് 2-. അപ്പോൾ തൊട്ടിപ്പുറത്ത് കിടക്കുന്ന കോപ്പറിന്റെ ചാർജ് എത്രയായിരിക്കണം? 2+ ആയിരിക്കണം. സിങ്കിന്റെ ചാർജ് ആരെങ്കിലും പറയാൻ പറ്റുമോ? സിങ്കിന്റെ ചാർജ് പറയുമ്പോൾ സിംഗിൾ പെർസെന്റ് ആയിട്ട് കിടക്കല്ലേ, ഒറ്റയ്ക്ക് കിടക്കല്ലേ, മുകളിൽ തലയ്ക്ക് മുകളിൽ ചാർജ് ഒന്നുമില്ല. സിങ്കിന്റെ മുകളിൽ ചാർജ് ഒന്നും എഴുതിയിട്ടില്ല എങ്കിൽ അവന്റെ ചാർജ് 0 ആണ്. ഒറ്റയ്ക്ക് കിടക്കുന്ന ചാർജ് എന്താണ്? 0 ആണ്. ZnSO4 സെഡിന്റെ ചാർജ് എത്രയായിരിക്കും? SO4ന്റെ ചാർജ് 2- ആണെങ്കിൽ സെഡിന്റെ ചാർജ് എത്രയായിരിക്കും? 2+ ആയിരിക്കും. കോപ്പറിന്റെ ചാർജ് എത്രയാണ്? 0 ആണ്. കോപ്പറിന്റെ ചാർജ് 0. ലെഫ്റ്റിന് റൈറ്റിലോട്ട് വരുമ്പോൾ ഒരാളുടെ ഓക്സിജൻ സ്റ്റേറ്റ് കൂടിയിട്ടുണ്ട്, ഒരാളുടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞിട്ടുണ്ട്. അത് ആർക്കാണ് നോക്കിയിട്ട് പറഞ്ഞു തരിക ഓക്സിഡേഷൻ റിഡക്ഷൻ ആർക്കൊക്കെ സംഭവിച്ചെന്നുള്ളത്. കോപ്പർ ലെഫ്റ്റിന് റൈറ്റിലോട്ട് വരുമ്പോൾ അവന്റെ ഓക്സിജൻ നമ്പർ എന്ത് ചെയ്തു? 2ൽ നിന്ന് 0 ആയിട്ട് കുറഞ്ഞു. ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കുറഞ്ഞിരിക്കും? 2 കുറഞ്ഞിരിക്കും. അപ്പൊ ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ആണെങ്കിൽ കോപ്പർ സൾഫേറ്റിലെ കോപ്പറിന് സംഭവിച്ചത് എന്താണ്? റിഡക്ഷൻ ആണ്. ആണോ? റിഡക്ഷൻ ആണ്. ആണോ? Zn സംഭവിച്ചത് എന്ത്? പുതിയ തമ്പനയില് Zn 2+ ആയിട്ട് മാറി. അപ്പോൾ ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്ര? 2 അല്ലേ? അപ്പോൾ ഇതെന്താണ്? ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അതെന്താ? ഓക്സിഡേഷൻ അല്ലേ? ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അത് ഓക്സിഡേഷൻ അല്ലേ? അപ്പോൾ സിങ്കിന് സംഭവിച്ചത് ഓക്സിഡേഷൻ, കോപ്പറിന് സംഭവിച്ചത് റിഡക്ഷൻ. അപ്പോൾ ആർക്കാണ് ഓക്സിഡേഷൻ, ആർക്കാണ് റിഡക്ഷൻ എന്നുള്ള കാര്യം മനസ്സിലായോ? ഈ ചോദ്യത്തിന് ആൻസർ ഒന്ന് പറയാമോ? ഇവിടെ തന്നിരിക്കുന്ന ആളുകളുടെയൊക്കെ ഓക്സിഡേഷൻ റിഡക്ഷൻ കണ്ടുപിടിക്കാൻ വേണ്ടി നമുക്ക് ആദ്യം അവരുടെയൊക്കെ ചാർജ് എഴുതേണ്ടതായിട്ടുണ്ട്. നമുക്ക് എഴുതാം, വേഗം ചാർജ് എഴുതാം. ഇവിടെ വളരെ വ്യത്യസ്തമായിട്ട് ഒരു പ്രതിഭാസം സംഭവിക്കും. ഞാൻ കാണിച്ചു തരാം എന്താണത്. PB ഒറ്റയ്ക്ക് കിടക്കുകയാണ്,
പി ബി ഒറ്റയ്ക്ക് കിടക്കുകയാണ്, ചാർജ് എന്താണ് 0 ആണ്. PbO2 ഓക്സിന്റെ ചാർജ് -2 ആണ്. 2 ഓക്സിജൻ ആകുമ്പോൾ -4, അപ്പോൾ പി ബിയുടെ ചാർജ് +4. പിയുടെ ചാർജ് +4 കിട്ടിയ, പി ബിയുടെ ചാർജ് +4 ചെയ്ത് നോക്കണം കേട്ടോ. H2SO4 ഓരോരുത്തരുടെ ചാർജ് എഴുതി തരാം. സൾഫറിന്റെ ചാർജ് +6 ആണ്, നമ്മൾ നേരത്തെ കണ്ടുവെച്ചു. H2SO4ന്റെ ചാർജ്, ഓക്സിജൻ ചാർജ് -2 ആണ്, ഹൈഡ്രജൻ ചാർജ് +1 ആണ്. ഓരോരുത്തരുടെ ചാർജ് ആണ് കേട്ടോ എഴുതുന്നത്. PbSO4ൽ പി ബിയുടെ ചാർജ് എന്തായിരിക്കും? PbSO4ൽ പി ബിയുടെ ചാർജ് എന്തായിരിക്കും? SO4ന്റെ ചാർജ് 2- ആണ്. പി ബിയുടെ ചാർജ് എത്രയായിരിക്കും? പി ബിയുടെ ചാർജ് +2 ആയിരിക്കും അല്ലേ? അതേപോലെ ഹൈഡ്രജന്റെ ഓക്സിജന്റെ ഒക്കെ ചാർജ് എടുത്താൽ എല്ലാം +1 -2 ഒക്കെ ആയിരിക്കും. ഇതൊന്നും മാറ്റം ഉണ്ടായിരിക്കും. ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ വരുമ്പോൾ ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയത്, ആർക്കാണ് ഓക്സിജൻ നമ്പർ കുറഞ്ഞത് നോക്കണേ നിങ്ങൾ. ഇവിടെ പി ബി ആയിരുന്നു. ഈ പി ബി എന്ന് പറയുന്നത് റൈറ്റ് സൈഡ് പോയപ്പോൾ അതെന്തായിട്ട് മാറി? Pb2+ ആയിട്ട് മാറി. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ അല്ലേ? ഓക്സിഡേഷൻ നമ്പർ കൂടി. എത്ര കൂടി? 2 കൂടി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കൂടിയാൽ അവിടെ സംഭവിച്ചത് ഓക്സിഡേഷൻ. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? പി ബിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ഇനി ലെഫ്റ്റിലുള്ള ഈ PbO2ലെ പി ബി നോക്കിക്കേ. ലെഫ്റ്റിലുള്ള PbO2ലെ പി ബി നോക്കിക്കേ. ഈ PbO2ലെ പി ബിയുടെ ചാർജ് എന്താണ്? -4 അല്ല, +4 ആണ്. +4 ആണ്. ഈ +4 എന്ന് പറയുന്ന ചാർജ് അവിടെ പോകുമ്പോൾ എന്തായി? +2 ആയിട്ട് കുറഞ്ഞു അല്ലേ? ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ 2. ഇവിടെ +4 ആയിരുന്നത് അവിടെ പോകുമ്പോൾ എന്തായിട്ട് മാറി? +2 ആയിട്ട് മാറി. മനസ്സിലാക്കേണ്ട കാര്യം, പി ബിക്ക് സംഭവിച്ചത് ഓക്സിഡേഷൻ, PbO2ലെ പി ബിക്ക് സംഭവിച്ചത് റിഡക്ഷൻ. ആണോ? നോക്ക് നിങ്ങൾ. പി ബി ഒറ്റയ്ക്ക് കിടക്കുന്ന പി ബിക്ക് സംഭവിച്ചത് ഓക്സിഡേഷൻ, PbO2ലെ പി ബിക്ക് എന്ത് സംഭവിച്ചു? റിഡക്ഷൻ. അപ്പോൾ അതെങ്ങനെ എഴുതുക? പേന കൊണ്ട് തന്നെ. പിന്നെ എങ്ങനെ എഴുതുക? ദ സബ്സ്റ്റൻസ് ഓക്സിഡൈസർ. ആർക്കാണ് ഓക്സിഡേഷൻ സംഭവിച്ചത്? പി ബിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു. ദ സബ്സ്റ്റൻസ് റെഡ്യൂസർ. ആർക്കാണ് റിഡക്ഷൻ സംഭവിച്ചത്? PbO2ലെ പി ബിക്ക്. PbO2ലെ പി ബി. PB in PbO2. റെഡി? അപ്പോൾ ഓക്സിഡേഷൻ ആർക്ക് നടന്നു, റിഡക്ഷൻ ആർക്ക് നടന്നു എന്ന് പറയുന്നുണ്ട്. ഇനി ഓക്സിഡൈസിങ് ഏജന്റ്, റെഡ്യൂസിങ് ഏജന്റ്. കല്യാണം നടത്തിയവനാരോ അവൻ ഏജന്റ്. കല്യാണം കഴിച്ചവനല്ല. കല്യാണം കഴിപ്പിച്ചതാരോ, നടത്തി കൊടുത്തതാരോ, അതാണ് ഏജന്റ്. അപ്പോൾ ഓക്സിഡേഷൻ നടത്തിയവനാരാ? ഇവൻ. ഇപ്പൊ നോക്കുക, PbO2ല് റിഡക്ഷൻ നടന്നു അല്ലേ? അവനെ റിഡക്ഷൻ നടത്തിയത് പി ബിയാ. അപ്പൊ പി ബി ആണ് റെഡ്യൂസിങ് ഏജന്റ്. പി ബിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചു, അത് നടത്തിയത് PbO2 ആ. അപ്പൊ PbO2 ആണെന്ത്? ഓക്സിഡൈസിങ് ഏജന്റ്. സിമ്പിളായി പറഞ്ഞത്. ഒന്നും വേണ്ട. ആർക്കാണോ ഓക്സിഡേഷൻ നടന്നത് അവൻ റെഡ്യൂസിങ് ഏജന്റ്. ആർക്കാണോ റിഡക്ഷൻ നടന്നത് അവൻ ഓക്സിഡൈസിങ് ഏജന്റ്, നടത്തുന്നവൻ. റിഡക്ഷൻ എനിക്ക് നടന്നാൽ ഞാൻ ആർക്കോ ഓക്സിഡേഷൻ നടത്തി എന്നാണ് അർത്ഥം. എനിക്ക് ഓക്സിഡേഷൻ നടന്നാൽ മറ്റാർക്കോ റിഡക്ഷൻ ഞാൻ നടത്തി എന്നാണ് അർത്ഥം. മനസ്സിലാക്കുക. ഓക്സിഡേഷൻ നടന്നാൽ റിഡ്യൂസിങ് ഏജന്റ്, റിഡക്ഷൻ നടന്നാൽ ഓക്സിഡൈസിങ് ഏജന്റ്. ഇവിടെ പി ബിക്ക് സംഭവിച്ചത് എന്താണ്? ഓക്സിഡേഷൻ ആണ്. പി ബിക്ക് ഓക്സിഡേഷൻ സംഭവിച്ചാൽ പി ബി റിഡ്യൂസിങ് ഏജന്റ് ആണ്. PbO2ലെ പി ബിക്ക് റിഡക്ഷൻ സംഭവിച്ചാൽ അവൻ ഓക്സിഡൈസിങ് ഏജന്റ് ആണ്. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റെഡി? ആർക്കാണോ ഓക്സിഡേഷൻ സംഭവിച്ചത് അവൻ റെഡ്യൂസിങ് ഏജന്റ്, ആർക്കാണോ റിഡക്ഷൻ സംഭവിച്ചത് അവൻ ഓക്സിഡൈസിങ് ഏജന്റ്. പരിപാടി കഴിഞ്ഞു. ഇനി റിഡോക്സ് റിയാക്ഷൻ എന്താന്ന് നമ്മൾ പറഞ്ഞേ. ഈ റിഡോക്സ് റിയാക്ഷൻസ് ഒരു 4 തരത്തിലുണ്ട്. ലൈവ് അല്ലാത്തതുകൊണ്ട് വളരെ വേഗത്തിൽ പറഞ്ഞു പോകാൻ പറ്റുന്നുണ്ട്. ഇതൊക്കെ അല്ലെങ്കിൽ നമ്മളൊരു 1.5-2 മണിക്കൂർ വെച്ച് വലിച്ചു പോയേനെ. ഇപ്പൊ വേഗത്തിൽ തീരുന്നുണ്ട് അല്ലേ? ടൈപ്സ് ഓഫ് റിഡോക്സ് റിയാക്ഷൻസ് ഏതൊക്കെയാണ് നോക്കിക്കേ. കോമ്പിനേഷൻ റിയാക്ഷൻ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ, ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ. C∭D. കോമ്പിനേഷൻ, ഡിസ്പ്രപ്പോർഷനേഷൻ, ഡിസ്പ്ലേസ്മെന്റ്, പിന്നെന്താണ്? ഏതാണ്? ഡീകമ്പോസിഷൻ. ഇങ്ങനെ 4 ആളുകൾ. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണോ അല്ലയോ എന്ന് മനസ്സിലാക്കാനുള്ള കണ്ടീഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ. അത് നമുക്കൊന്ന് സെറ്റാക്കാം. നോക്കണേ നിങ്ങൾ. കോമ്പിനേഷൻ റിയാക്ഷൻ പേര് പോലെ തന്നെ 2 ആളുകൾ ചേർന്ന് അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ ആളുകൾ ചേർന്ന് ഒരാളായിട്ട് മാറുന്നതാണ് കോമ്പിനേഷൻ റിയാക്ഷൻ. എക്സാമ്പിൾ നോക്കിയോളൂ. A+B gives C. 2 ആളുകൾ ചേർന്ന് ഒരാളായിട്ട് മാറുന്നു. ഇത് ഒരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. 2 എലമെന്റുകൾ ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. അങ്ങനെ വിചാരിക്കും. 2 ആളുകൾ ചേർന്ന് ഒരു കോമ്പൗണ്ട് ഉണ്ടാവുകയാണ്. ഇങ്ങനെയാണെങ്കിൽ അത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. പക്ഷെ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആവണമെങ്കിൽ ഒരു കണ്ടീഷൻ ഉണ്ട്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആവണമെങ്കിൽ A ഒരു എലമെന്റ് ആയിരിക്കണം,
അല്ലെങ്കിൽ ബി ഒരു എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും എലമെന്റ് ആയിരിക്കണം. ഏതെങ്കിലും ഒരാളെങ്കിലും എലമെന്റ് ആയിരിക്കണം, ഒറ്റയ്ക്കുള്ള ഒരു എലമെന്റ് ആയിരിക്കണം. അങ്ങനെയാണെങ്കിൽ മാത്രമാണ് ഇത് റിഡോക്സ് റിയാക്ഷൻ ആവുക. ഇപ്പോൾ എക്സാമ്പിളിന് C+O2 gives CO2, C+O2 gives CO2. ഇത് കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. രണ്ടാളുകൾ ചേർന്ന് ഒരാളായിട്ട് മാറുന്നു. വേറെ ആളുകളൊന്നും ഇല്ലല്ലോ, രണ്ടാളുകൾ ചേർന്ന് ഒന്നായിട്ട് മാറി. ഇതൊരു കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ നമ്മൾ എങ്ങനെ പറയുക? ഇതിൽ ഏതെങ്കിലും ഒരാൾ എന്തായിരിക്കണം? എലമെന്റ് ആയിരിക്കണം. കാർബൺ എലമെന്റ് ആണ്, ഓക്സിജനും എലമെന്റ് ആണ്, രണ്ടുപേരും എലമെന്റ് ആണ്. അതുകൊണ്ട് ഉറപ്പായും ഇതൊരു റിഡോക്സ് റിയാക്ഷൻ കൂടെയാണ്. ചാർജ് വെച്ച് നമുക്ക് നോക്കാം. കാർബൺ ഒറ്റയ്ക്ക് നിൽക്കുകയല്ലേ, അവന്റെ ചാർജ് എന്താ? 0. ഓക്സിജൻ എലമെന്റൽ ഫോമിലല്ലേ, അവന്റെ ചാർജ് 0. CO2 ഓക്സിജന്റെ ചാർജ് -2 ആണ്, 2 ഓക്സിജൻ ചാർജ് -4. അപ്പോൾ കാർബണിന്റെ ചാർജ് +4. ലെഫ്റ്റ് എന്ന് നോക്കണേ, കാർബൺ 0 ആയിരുന്നു, +4 ആയിട്ട് ഇൻക്രീസ് ചെയ്തു അല്ലേ? അപ്പോൾ കാർബണിന് സംഭവിച്ചത് ഓക്സിഡേഷൻ അല്ലേ? ഓക്സിജന് സംഭവിച്ചത് റിഡക്ഷൻ അല്ലേ? ഓക്സിജൻ സംഭവിച്ചത് 0 -2 ആയില്ലേ? അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷൻ നടന്നു, ഒരാൾക്ക് റിഡക്ഷൻ നടന്നു. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ചാർജ് ഒന്നും എഴുതാതെ നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം? ഇവരിൽ ഏതെങ്കിലും ഒരാൾ എലമെന്റ് ആയാൽ മതി. സിമ്പിൾ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകമ്പോസിഷൻ. ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഡീകമ്പോസിഷൻ എന്ന് പറയുന്നത്. നോക്കിക്കേ, ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആർ ദ ഓപ്പോസിറ്റ് ഓഫ് കോമ്പിനേഷൻ റിയാക്ഷൻ. കോമ്പിനേഷൻ റിയാക്ഷൻ നേരെ ഓപ്പോസിറ്റ്. ഒരാള് 2 ആയിട്ട് മാറുക, ഒരാള് 2 ആളായിട്ട് മാറുക. ഇങ്ങനെ ഒരാള് 2 പീസായിട്ട് മാറുന്നുണ്ടെങ്കിൽ അത് ഡീകമ്പോസ് ചെയ്തു എന്ന് പറയാം. അത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. അതൊരു കണ്ടീഷൻ ഉണ്ട്. എന്താണ്? എ അല്ലെങ്കിൽ ബി, അല്ലെങ്കിൽ രണ്ടാളും എലമെന്റ് ആയിരിക്കണം. എ എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ ബി എലമെന്റ് ആയിരിക്കണം, അല്ലെങ്കിൽ രണ്ടും എലമെന്റ് ആയിരിക്കണം. ഇങ്ങനെയുള്ളതാണ് എന്ത്? ഡീകമ്പോസിഷൻ റിയാക്ഷൻ എന്ന് പറയുന്നത്. ഒരു എക്സാമ്പിൾ വേണമെങ്കിൽ ഞാൻ കാണിച്ചു തരാം. ഇപ്പൊ 2NaH സോഡിയം ഹൈഡ്രൈഡ് ആണ്. ഇതിൽ ഹൈഡ്രജന്റെ ചാർജ് എത്രയാണെന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരേണ്ടത്. ഇത് ഡീകമ്പോസ് ചെയ്തിട്ട് 2 സോഡിയം ആയിട്ടും പിന്നെ ഒരു H2 ആയിട്ടും മാറും. റെഡി? ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ? ആണ്. കാരണം ഒരാള് വേറെ 2 ആളുകളായിട്ട് മാറി, സ്പ്ലിറ്റ് ആയില്ലേ, പീസായി മാറി. ഇത് ഡീകമ്പോസ് ചെയ്തു. ഇനി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? റിഡോക്സ് റിയാക്ഷനുള്ള കണ്ടീഷൻ എന്താണ്? ഇപ്പോൾ കിട്ടിയിരിക്കുന്ന പ്രൊഡക്റ്റിൽ ആരെങ്കിലും ഒരാൾ എലമെന്റൽ ഫോമിലായിരിക്കണം. നോക്കുമ്പോൾ ഹൈഡ്രജൻ എലമെന്റ് ആണ്, സോഡിയം എലമെന്റ്, 2 എലമെന്റൽ ഫോമിലായതുകൊണ്ട് എന്താണ്? ഇതൊരു ഡീകമ്പോസ് റിയാക്ഷൻ മാത്രമല്ല, റിഡോക്സ് റിയാക്ഷനും കൂടെയാണ്. ഇവന്റെ ചാർജ് 0, ഇവന്റെ ചാർജ് 0. ശരി, NaHൽ എച്ചിന്റെ ചാർജ് എത്രയെന്ന് പറയാമോ? സോഡിയം ഹൈഡ്രൈഡിൽ, മെറ്റൽ ഹൈഡ്രൈഡിൽ സാധാരണ ഹൈഡ്രജനുകൾക്ക് +1 ആണ്, മെറ്റൽ ഹൈഡ്രൈഡുകൾക്ക് ചാർജ് -1 ആണ്. -1 ആണ്. ഹൈഡ്രജൻ ചാർജ് എന്താണ്? -1 ആണ്. തുടക്കത്തിൽ ഞാൻ പറഞ്ഞിരുന്നു സോഡിയത്തിന് ചാർജ് +1 ആണ്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ വരുമ്പോൾ സോഡിയത്തിന്റെ ചാർജ് എന്ത് ചെയ്തു? ഡിക്രീസ് ചെയ്തു. +1ൽ നിന്ന് 0 ആയിട്ട് ഡിക്രീസ് ചെയ്തു. അപ്പൊ സോഡിയത്തിന് സംഭവിച്ചത് റിഡക്ഷൻ. ഹൈഡ്രജൻ -1 0 ആയിട്ട് മാറി. ഹൈഡ്രജന് സംഭവിച്ചത് ഓക്സിഡേഷൻ. അപ്പോൾ ഒരാൾക്ക് ഓക്സിഡേഷൻ, മറ്റൊരാൾക്ക് റിഡക്ഷൻ നടന്നു. അപ്പോൾ ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണ്. അടുത്തൊരു എക്സാമ്പിൾ ഞാൻ എഴുതുന്നുണ്ട്, നിങ്ങൾ എനിക്ക് നോക്കിയിട്ട് പറഞ്ഞു തരിക. CaCO3 എന്ന് പറയുന്ന ഒരാള് CaO ആയിട്ടും CO2 ആയിട്ടും മാറി. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ? ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണോ? ആണ്. ഒരാള് വേറെ 2 പീസായിട്ട് മാറി. ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്. ഇനി ഇതൊരു റിഡോക്സ് റിയാക്ഷൻ ആണോ? ഇതൊരു റിഡോക്സ് റിയാക്ഷൻ അല്ല. അല്ലേ? അല്ല. കാരണം എയോ ബിയോ ഏതെങ്കിലും ഒരാൾ എലമെന്റ് ആയിരിക്കണ്ടേ. ഇത് എലമെന്റ് ആണോ? CaO എന്ന് പറഞ്ഞ എലമെന്റ് ആണോ? അല്ല. 2 ആളും കൂടി ചേർന്ന ഒരു കോമ്പൗണ്ട് ആണ്. CO2 എന്ന് പറഞ്ഞാൽ എലമെന്റ് ആണോ? അല്ല. അതും കോമ്പൗണ്ട് ആണ്. അല്ലെ? എലമെന്റുകൾ ഉണ്ടാകുന്നില്ല, കോമ്പൗണ്ട് ആണ്. അതിനാൽ തന്നെ ഇവരെന്തല്ല, ഇത് ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, പക്ഷേ റിഡോക്സ് റിയാക്ഷൻ അല്ല. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനുകളും എന്തല്ല? റിഡോക്സ് റിയാക്ഷനുകൾ അല്ല. വേണമെങ്കിൽ ഞാൻ ചാർജ് വെച്ച് നിങ്ങൾക്ക് പറഞ്ഞുതരാം. നോക്കണേ, നിങ്ങളിവിടെ CaCO3ൽ കാൽസ്യത്തിന്റെ ചാർജ് 2+ ആണ്, കാർബണിന്റെ ചാർജ് +4 ആണ്, ഓക്സിജൻ ചാർജ് -2 ആണ്. CaOയിൽ ഓക്സിജൻ ചാർജ് -2 ആണ്, കാൽസ്യം +2 ആണ്, കാർബൺ +4 ആണ്, ഓക്സിജൻ -2 ആണ്. ലെഫ്റ്റ് നിന്ന് റൈറ്റിൽ വരുമ്പോൾ ആരുടെ ഓക്സിജൻ നമ്പർ കൂടി, ആരുടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞു എന്ന് പറയാൻ പറ്റുമോ? കാൽസ്യം ലെഫ്റ്റിലും റൈറ്റിലും അവന്റെ കാൽസ്യത്തിന്റെ ചാർജ് +2 തന്നെ, കാർബണിന്റെ ചാർജും +4 തന്നെ, ഓക്സിജൻ -2 തന്നെയാണ്, ഒരു മാറ്റവും ഇല്ല. ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഒരാൾക്കും ഓക്സിഡേഷൻ നടന്നിട്ടില്ല, ഒരാൾക്കും റിഡക്ഷൻ നടന്നിട്ടില്ല. ഇതൊരു ഡീകമ്പോസിഷൻ റിയാക്ഷൻ ആണ്, പക്ഷേ റിഡോക്സ് റിയാക്ഷൻ അല്ല. എല്ലാ ഡീകമ്പോസിഷൻ റിയാക്ഷനുകളും എന്തല്ല? റിഡോക്സ് റിയാക്ഷനുകൾ അല്ല എന്നൊരു ഒരു എക്സാമ്പിൾ എഴുതാനാണ് പറയുന്നത്. എങ്കിൽ ഇത് കൊടുക്കുക. റെഡിയല്ലേ? ഓക്കെ അല്ലേ? സെറ്റ് അല്ലേ? പൊളിയല്ലേ? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുന്നതാണ്. റിയാക്ടിവിറ്റി കുറവുള്ള ഒരാളെ മാറ്റിയിട്ട് റിയാക്ടിവിറ്റി കൂടിയ മറ്റൊരാൾ വരുന്നതാണ് എന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. YZ ഉണ്ട്. YZനോടൊപ്പം റിയാക്ടിവിറ്റി കൂടിയ X വന്നു എന്ന് വിചാരിക്കുക. X വരികയാണ്, വന്നിട്ട് ഇവിടെയുള്ള Yനെ അടിച്ചു മാറ്റിയിട്ട് എന്ത് ചെയ്യുകയാണ്? Yനെ അപ്പുറത്ത് പുറത്താക്കി ബാക്കി
XZ ആയി നിൽക്കുന്നു. ഒരാൾക്ക് പകരം മറ്റൊരാൾ വരുന്നതാണെന്ത്? ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. അതെപ്പോഴും ഞാൻ പറയുമ്പോൾ പെട്ടെന്ന് ഓർത്ത് വെക്കാൻ വേണ്ടി ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഓർത്ത് വെക്കാൻ വേണ്ടി ഞാൻ പറയാവുന്ന കാര്യം ഇത്രയേ ഉള്ളൂ. അഞ്ചിന്റെ റിവില്ല് ഹരിശ്ചന്ദ്ര സൊല്ല് ഗില്ലി സിനിമ ഓർമ്മയുടെ മതി. ഇതാണ് നമ്മളുടെ ഇതാണ് YZ എന്ന് പറയുന്നത്. ഇതാണ് YZ എന്ന് പറയുന്നത്. ഇതാണ് X വരികയാണ്. നോക്കണേ നിങ്ങൾ. ആദ്യം നമ്മളുടെ മുത്തുപ്പാണ്ടിയുടെ കൂടെയാണ് നമ്മളുടെ ചെല്ലാ ഉണ്ടായിരിക്കുക, തൃശ്ശ ഉണ്ടായിരിക്കുക. അപ്പോൾ ഇവർ തമ്മിൽ ഒരുമിച്ച് ഇങ്ങനെ ഉണ്ടാകുമ്പോൾ ആര് വരികയാണ്? റിയാക്ടിവിറ്റി കൂടിയ വിജയ് വരികയാണ്. ഗില്ലി വിജയ് വരുന്നു. ഗില്ലി വിജയ് റിയാക്ടിവിറ്റി കൂടിയ ഗില്ലി വിജയ് വരികയാണ്. നേരെ ഇവിടെ വന്ന് എന്ത് ചെയ്യുകയാണ്? നമ്മുടെ മുത്തുപ്പാണ്ടി അടിച്ച് തെറിപ്പിച്ചു. ഇപ്പോ നമ്മുടെ ചെല്ലോ ആരുടെ കൂടെയാണ്? ഗില്ലിയുടെ കൂടെയാണ്. ദാ കിടക്കുന്നു അപ്പുറത്ത് നമ്മളുടെ റിയാക്ടിവിറ്റി കുറഞ്ഞ മുത്തുപ്പാണ്ടി വെള്ളത്തിലും കിടന്നിട്ട്. മനസ്സിലായോ? അപ്പൊ റിയാക്ടിവിറ്റി കൂടിയ ഒരാൾ വന്നാൽ മാത്രമാണ്. ഇവിടെ നേരെ മറിച്ച് വടിവേലാണ് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കിക്കേ. മുത്തുപ്പാണ്ടിയുടെ ഫ്രണ്ടിൽ വടിവേലാണ് വരുന്നെങ്കിൽ മുത്തുപ്പാണ്ടി അടിച്ച് തെറിപ്പിക്കും. പിന്നെ അവർ മുത്തുപ്പാണ്ടിയും ചെല്ലവും തന്നെ ഉണ്ടായിരിക്കുക. വടിവേൽ അപ്പുറത്ത് മാറി നിൽക്കേണ്ടി വരും. അപ്പൊ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ നടക്കാനുള്ള കണ്ടീഷൻ എന്താണ്? ഇവിടെയുള്ള മുത്തുപ്പാണ്ടിയേക്കാൾ റിയാക്ടിവിറ്റി കൂടിയ ആൾ തന്നെ വരണം. എങ്കിൽ മാത്രമാണ് അവനെ അടുപ്പിച്ച് തെറിപ്പിച്ച് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് ഇവൻ വന്ന് നിൽക്കുന്നുണ്ടായിരിക്കുക. നോക്കണേ, ഇതാണ് നമ്മുടെ വിജയ്, ഇതാണ് മുത്തുപ്പാണ്ടി, ഇതാണ് തൃഷ എന്ന് പറയുന്നത്. നേരെ വരുന്നു. ആര് വരുന്നു? വിജയ് വരുന്നു. മുത്തുപ്പാണ്ടിനെ അടിച്ച് തെറിപ്പിക്കുന്നു. മുത്തുപ്പാണ്ടി ചളിവെള്ളത്തിൽ കിടക്കുന്നു. വിജയും തൃശയും കൂടെ 5 റിബില്ല് ഹരിസൻ തൊല്ലു എന്നിട്ട് പാട്ടും പാടിയിട്ട് പോവുകയാണ്. റെഡിയല്ലേ? റിയാക്ഷൻ ഇൻ 10 seconds. ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്, നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ഉണ്ട്. മെറ്റൽ റിയാക്ടിവിറ്റി കുറഞ്ഞ മെറ്റലിനെ റിയാക്ടിവിറ്റി കൂടിയ മെറ്റൽ ഡിസ്പ്ലേസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയുക. നെഗറ്റീവ് ചാർജ് ഉള്ള നോൺ മെറ്റലിനെ ഡിസ്പ്ലേസ് ചെയ്താൽ നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് എന്ന് പറയാം. കാണിച്ചു തരാം, രണ്ടും കാണിച്ചു തരാം. ഇപ്പോൾ നമ്മൾ നേരത്തെ എഴുതിയിട്ടുണ്ടായിരുന്നല്ലോ, CuSO4 ആര് വരുന്നു? Zn വരുന്നു. CuSO4 Zn വന്നാൽ ഇതാണ് മുത്തുപ്പാണ്ടി, ഇതാണ് തൃശ, ഇതാണ് വിജയ് വന്നിട്ട് എന്ത് ചെയ്യും? മുത്തുപ്പാണ്ടിനെ അടിച്ച് തെറിപ്പിക്കും. എന്നിട്ട് തൃശനെയും കൊണ്ട് പോകും അല്ലേ? അപ്പൊ Zn-ഉം SO4-ഉം കൂടെ പോയി. അപ്പുറത്ത് മുത്തുപ്പാണ്ടി മാറിക്കിടക്കും. അതേ ഉള്ളൂ. ഇത് മെറ്റലുകളാണ് അല്ലേ? പോസിറ്റീവ് ചാർജ് അല്ല, മെറ്റലുകളെ മാറ്റിക്കൊണ്ട് വരുന്നതാണ് മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ കാണിച്ചു തരാം. ഇപ്പൊ നമ്മൾ വാട്ടറിൽ ചേർക്കുന്നു. ഓക്സിജന്റെ കൂടെ ഹൈഡ്രജൻ ആണ്, ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ആണ്, ഹൈഡ്രജന്റെ കൂടെ ഓക്സിജൻ ആണുള്ളത്. അവിടെ നമ്മൾ ഫ്ലൂറിൻ ചേർക്കുകയാണ്. ഫ്ലൂറിൻ ചേർത്താൽ ഇലക്ട്രോ നെഗറ്റീവ് എലമെന്റ് ആയിട്ടുള്ള ഓക്സിജനെ മാറ്റിയിട്ട് ഫ്ലൂറിൻ വരുന്നു. അവിടെ നമുക്ക് 4 HF കിട്ടും. പിന്നെ ബാക്കി അപ്പുറത്ത് O2 മാറി കിടക്കുന്നുണ്ടായിരിക്കും. അപ്പോൾ ഈ നെഗറ്റീവ് ചാർജുള്ള നോൺ മെറ്റലിനെ മാറ്റിയിട്ട് വേറൊരു ആൾ വരികയാണെങ്കിൽ, റിയാക്ടിവിറ്റി കൂടിയ വേറൊരു നോൺ മെറ്റൽ വരികയാണെങ്കിൽ അത് നോൺ മെറ്റൽ ഡിസ്പ്ലേസ്മെന്റ്. അത്രയേ ഉള്ളൂ. പോസിറ്റീവ് ചാർജുള്ള മെറ്റലുകൾ, നെഗറ്റീവ് ചാർജുള്ള നോൺ മെറ്റലുകളുമാണ് കേട്ടോ. ഇത് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ വളരെ വ്യക്തമായും ശക്തമായിട്ടും മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. റിയാക്ടിവിറ്റി കൂടിയ ഒരാൾ റിയാക്ടിവിറ്റി കുറഞ്ഞ ഒരാളെ ഡിസ്പ്ലേസ് ചെയ്യുന്നതാണ് ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ. ഇനി ഇത് റിഡോക്സ് റിയാക്ഷൻ ആണെന്നുള്ളത് നമ്മൾ ഓൾറെഡി അവിടെ പ്രൂവ് ചെയ്ത കാര്യമാണ്, നമ്മൾ പറഞ്ഞു കഴിഞ്ഞ് വന്ന കാര്യമാണ്. ഇനി ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ. ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ നമ്മൾ ഒരു സെറ്റ് നമ്മൾ എഴുതി കഴിഞ്ഞു. വേറൊരു കാര്യം കൂടെ പറഞ്ഞുതരാം. ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറഞ്ഞാലുണ്ടല്ലോ, ആരോ മാർക്കിന്റെ ലെഫ്റ്റിലുള്ള ആളുകളും ആരോ മാർക്കിന്റെ റൈറ്റിലുള്ള ആളുകൾ നോക്കുമ്പോൾ ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ടുണ്ടായിരിക്കും, അവന് ഓക്സിഡേഷൻ നടന്നു. ഒരാളുടെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ടുണ്ടായിരിക്കും, അവന് റിഡക്ഷൻ നടന്നു. ഡിസ്പ്രപ്പോർഷനേഷൻ എന്ന് പറഞ്ഞാൽ ഒരാൾക്ക് തന്നെ രണ്ടും സംഭവിക്കുക. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ നമ്പർ കൂടിയിട്ട് ഓക്സിഡേഷൻ നടക്കും, അയാൾക്ക് തന്നെ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിട്ട് റിഡക്ഷൻ നടക്കും. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ നടക്കുക. വിശ്വാസം വരുന്നില്ലല്ലേ? നോക്കൂ നിങ്ങൾ ഈ റിയാക്ഷൻ നോക്കൂ. ഇതെന്താണ്? ഹൈഡ്രജൻ പെറോക്സൈഡ് ആണ്, ഇത് വെള്ളമാണ്, O2 ആണ്. ഹൈഡ്രജൻ പെറോക്സൈഡിൽ ഓക്സിജന്റെ ചാർജ് എത്രയാണെന്നാണ് നിങ്ങൾ എനിക്ക് പറഞ്ഞു തരുന്നത്. പെറോക്സൈഡുകളിൽ ഓക്സിജന്റെ ചാർജ് സാധാരണ ഓക്സിജന് -2 ആണ്. പെറോക്സൈഡുകൾ എടുക്കുകയാണെങ്കിൽ അതിന്റെ ചാർജ് എത്രയായിരിക്കും? -1 ആയിരിക്കും. ഹൈഡ്രജന്റെ ചാർജ് +1 ആണ്, ഓക്സിജൻ ചാർജ് -1. 2 ഹൈഡ്രജന്റെ ചാർജ് അല്ല പറയുന്നത്, ഓരോരോ ഹൈഡ്രജന്. ഒരു ഹൈഡ്രജൻ ചാർജ് +1, ഒരു ഓക്സിജൻ ചാർജ് -1. വാട്ടർ എടുക്കുകയാണെങ്കിൽ ഹൈഡ്രജൻ ചാർജ് +1ഉം ഓക്സിജൻ ചാർജ് -2. സാധാരണ ഓക്സിജൻ -2 അല്ലേ? O2 എന്ന് പറഞ്ഞാൽ എലമെന്റ് ആണ്, ഒറ്റയ്ക്ക് കിടക്കുന്ന ചാർജ് 0 ആണ്. അപ്പൊ ലെഫ്റ്റ് നിന്ന് റൈറ്റ് വരുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ലെഫ്റ്റ് നിന്ന് റൈറ്റ് വരുമ്പോൾ ഓക്സിജന് -2. നോക്കണേ, ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് വരുമ്പോൾ ഓക്സിജന്റെ ചാർജ് എന്ത് ചെയ്യുകയാണ്? -1 നിന്ന് -2 ആയിട്ട് ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ. അപ്പൊ റിഡക്ഷൻ അല്ലേ സംഭവിച്ചത്? റിഡക്ഷൻ സംഭവിച്ചത് ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് വരുമ്പോൾ എന്താ സംഭവിച്ചത്? -1 നിന്ന് 0 ആയിട്ട് മാറി. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ അല്ലേ? ആർക്കാണ് ഇവിടെ ഓക്സിഡേഷൻ നമ്പർ കൂടിയതും കുറഞ്ഞതും? -1 എന്ന് പറയുന്ന ഓക്സിഡേഷൻ നമ്പറിൽ നിന്ന് -2 ആയിട്ട് കുറഞ്ഞു, +0 ആയിട്ട് കൂടുകയും ചെയ്തു. അപ്പോൾ ഓക്സിജന് തന്നെയാണ് ഓക്സിഡേഷനും നടന്നത്, ഓക്സിജന് തന്നെയാണ് റിഡക്ഷനും നടന്നത്. ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ, ഒരാൾക്ക് തന്നെ റിഡക്ഷൻ സംഭവിച്ചിരിക്കുകയാണ്. റെഡി? ഇങ്ങനെ ഒരാൾക്ക് തന്നെ ഓക്സിഡേഷൻ, ഒരാൾക്ക് തന്നെ റിഡക്ഷൻ നടന്നാൽ അതാണ് ഡിസ്പ്രപ്പോർഷനേറ്റ് റിയാക്ഷൻ എന്ന് പറയുന്നത്. വേറെ എങ്ങനെ കൂടെ മനസ്സിലാക്കാൻ അറിയാവോ? ഒരു റിയാക്ഷനിൽ ഒരു എലമെന്റിന് തന്നെ 3 ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ടാവും. ഇവിടെ ഓക്സിജന് 3 ഓക്സിജൻ സ്റ്റേറ്റ് ഉണ്ട്. -1 ഉണ്ട്, -2 ഉണ്ട്, 0 ഉണ്ട്.
അങ്ങനെ ഉണ്ടെങ്കിൽ ഉറപ്പിക്കാം ഇതൊരു ഡിസ്പ്രപ്പോർഷൻ റിയാക്ഷൻ ആണ്. ആൻ എലമെന്റ് ഇൻ വൺ ഓക്സിഡേഷൻ സ്റ്റേറ്റ് സൈമൾട്ടേനിയസ്ലി ഓക്സിഡൈസ്ഡ് ആൻഡ് റെഡ്യൂസ്ഡ്. ഒരു എലമെന്റ് അവൻ തന്നെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുന്നു. One of the reactant substance always contains an element that can exist at least 3 oxidation state. ഒരു എലമെന്റ് 3 ഓക്സിഡേഷൻ സ്റ്റേറ്റിൽ കാണപ്പെടുന്നുണ്ടെന്നുണ്ടെങ്കിൽ ആ റിയാക്ഷൻ എന്താണ്? ഡിസ്പ്രപ്പോർഷനേഷൻ റിയാക്ഷൻ ആണ്. ഇത്രയും കാര്യങ്ങൾ ക്ലിയർ ആണെങ്കിൽ ഈ ചോദ്യത്തിന് ആൻസർ വേഗം ഒന്ന് പറഞ്ഞേ. Among the following reaction identify the one which is not a redox reaction. താഴെ തന്നിരിക്കുന്നത് ഏതാണ് റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത്? which is not a redox reaction. റിഡോക്സ് റിയാക്ഷൻ അല്ലാത്തത് ഏതാണെന്നുള്ളത്. രണ്ടാളുകൾ ചേർന്ന് ഒന്നുണ്ടാകുന്നത് കോമ്പിനേഷൻ റിയാക്ഷൻ അല്ലേ? കോമ്പിനേഷൻ റിയാക്ഷനിൽ റിയാക്ടൻസിൽ ആരെങ്കിലും ഒരാൾ എലമെന്റ് ആയിരിക്കണം. എലമെന്റ് ഇതല്ലാതെ ഇവരുടെ ചാർജ് ഒന്നും നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം ഒരു നിർബന്ധമില്ല കേട്ടോ. ഇത് എലമെന്റ് ആണ്, ഇത് എലമെന്റ് ആണ്. ഉറപ്പായും ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. കോമ്പിനേഷൻ റിയാക്ഷൻ ആണ്, റിഡോക്സ് റിയാക്ഷൻ ആണ്. FeHCl Fe2 അപ്പോൾ ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ആരെ മാറ്റി ആര് വന്നിരിക്കുകയാണ്? ഹൈഡ്രജനെ മാറ്റി Fe വന്നിരിക്കുകയാണ്. ഡിസ്പ്ലേസ്മെന്റ് റിയാക്ഷൻ ആണ്. ഇത് റിഡോക്സ് റിയാക്ഷൻ ആണ്. NaH എന്ന് പറഞ്ഞ NaH2 ആയിട്ട് മാറി. ഇത് ഡീകമ്പോസൺ റിയാക്ഷൻ ആണ്. ഡീകമ്പോസൺ റിയാക്ഷനിൽ ഇവിടെ എലമെന്റുകളാണ്. അപ്പോൾ ഇതും റിഡോക്സ് റിയാക്ഷൻ ആണ്. ഇതും ഡീകമ്പോസൺ റിയാക്ഷൻ ആണ്. പക്ഷേ ഇത് റിഡോക്സ് റിയാക്ഷൻ അല്ല. കാരണം എന്താ? ഡീകമ്പോസ് ചെയ്ത് കിട്ടുന്ന പ്രൊഡക്റ്റുകൾ എലമെന്റ് അല്ല, കോമ്പൗണ്ടുകളാണ്. അപ്പോൾ നമ്മുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഇതാണ്. നമ്മളുടെ ആൻസർ എന്ന് പറഞ്ഞാൽ ഓപ്ഷൻ 3 ആണ്. നിങ്ങൾക്ക് എല്ലാവർക്കും ഞാൻ പറയുന്നതിന് മുൻപ് തന്നെ കിട്ടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു. ലാസ്റ്റ് 2 ടോപ്പിക്കിലോട്ട് കിടക്കുകയാണ്. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ. ഇതിനിടയ്ക്ക് കുഞ്ഞു ടോപ്പിക്സ് തന്നെ എടുത്തിട്ടില്ല. അത് നമുക്ക് എക്സാമിന്റെ സമയത്ത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ സമയത്തൊക്കെ ഉൾപ്പെടുത്താം കേട്ടോ. വലിയ വിഷയമില്ലാത്ത കാര്യമാണ്. നിങ്ങൾ ടെൻഷൻ ആവേണ്ട, ബേജാറാവേണ്ട ആവശ്യമില്ല. ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ നിങ്ങൾക്ക് സ്കെലട്ടൺ ഇക്വേഷൻ തന്നിട്ടുണ്ടായിരിക്കും. തോന്നിയ പോലെ എന്തെങ്കിലുമൊക്കെ റിയാക്ഷൻ തന്നിട്ടുണ്ടായിരിക്കും. അത് ഒരു കെമിക്കൽ റിയാക്ഷൻ ബാലൻസ് ചെയ്യാൻ പറഞ്ഞ 2 മെത്തേഡുകളുണ്ട്. ഒന്ന് ഓക്സിഡേഷൻ നമ്പർ മെത്തേഡും മറ്റൊന്ന് ഹാഫ് റിയാക്ഷൻ മെത്തേഡും. രണ്ടും വളരെ ഈസിയാണ്. ഓക്സിഡേഷൻ നമ്പർ കുറച്ചും കൂടെ ഈസിയാണ്. 2 റിയാക്ഷനും 2 മെത്തേഡും വളരെ ഈസിയാണ്. സിമ്പിൾ ആയിട്ട് ഞാൻ പറയുന്ന രീതി ഫോളോ ചെയ്താൽ നിങ്ങൾക്ക് എല്ലാവർക്കും ആൻസർ കറക്റ്റ് ആയിട്ട് തന്നെ കിട്ടും. വളരെ എളുപ്പത്തിൽ ഞാൻ പറഞ്ഞുതരാം. ഇവിടെ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണെങ്കിൽ റിഡക്ഷൻ മെത്തേഡ് ആണെങ്കിൽ നമ്മൾ ചെയ്യുന്ന കാര്യം, ഒരു റിയാക്ഷൻ തന്നാൽ ആ റിയാക്ഷന്റെ സ്കെലട്ടൺ ഇക്വേഷൻ അതുപോലെ തന്നെ എടുത്ത് ആൻസർ ഷീറ്റിൽ എഴുതുക. 2, ഇത് അസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ച് മനസ്സിലാക്കുക. ഒന്നുകിൽ ഈ റിയാക്ഷൻ ഇൻ അസിഡിക് മീഡിയം അല്ലെങ്കിൽ ഇൻ ബേസിക് മീഡിയം എന്ന് ക്വസ്റ്റ്യനിൽ എഴുതി തന്നിട്ടുണ്ടായിരിക്കും. അല്ലെങ്കിൽ ആ കെമിക്കൽ റിയാക്ഷനിൽ H+ഓ OH- ഉണ്ടായിരിക്കും. H+ ഉണ്ടെങ്കിൽ അത് അസിഡിക് മീഡിയം എന്ന് മനസ്സിലാക്കുക. OH- ഉണ്ടെങ്കിൽ ബേസിക് മീഡിയം ആണെന്ന് മനസ്സിലാക്കുക. അപ്പോൾ അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം എന്ന് അറിഞ്ഞാൽ മാത്രമേ അത് കംപ്ലീറ്റ് ആക്കാൻ പറ്റത്തുള്ളൂ. 2, എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിക്കാനുള്ള വഴി അറിയണം. നമുക്ക് നോക്കാം ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്താണ്. പേര് പോലെ തന്നെ ക്ലിയർ ആണ്. എല്ലാവരുടെയും ഓക്സിഡേഷൻ നമ്പർ എഴുതുക, സിമ്പിൾ ആയിട്ട് ബാലൻസ് ചെയ്യുക. ശരിക്കും ഇതിൽ എന്താ ചെയ്യുന്നതെന്ന് അറിയാമോ? ബാലൻസിങ് ഓഫ് റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞതിൽ റിഡോക്സ് റിയാക്ഷൻ എന്ന് പറഞ്ഞാൽ അവിടെ ഓക്സിഡേഷൻ റിഡക്ഷൻ സംഭവിക്കുന്നുണ്ടല്ലോ. ഓക്സിഡേഷൻ പറഞ്ഞ ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കുകയല്ലേ, റിഡക്ഷൻ പറഞ്ഞ ഇലക്ട്രോണിനെ വാങ്ങുകയല്ലേ. വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും വാങ്ങിച്ച ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ള എലമെന്റുകൾ ഈക്വൽ ആയിരിക്കണം. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണവും ഈക്വൽ ആയിരിക്കണം. ഈ 3 കറക്റ്റ് ആണ് നോക്കിയാൽ സംഭവം സെറ്റാ. അതേ നമ്മൾ ചെയ്യുന്നുള്ളൂ. ഈ 3 കാര്യമേ നമ്മൾ ഇവിടെ ചെയ്യുന്നുള്ളൂ. വിട്ടുകൊടുക്കുന്നതോ വാങ്ങുന്നതോ ആയിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും ഈക്വൽ ആയിരിക്കണം. 3 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 3 ഇലക്ട്രോൺ വാങ്ങണം. അല്ലാതെ 4 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്താൽ 2 ഇലക്ട്രോൺ വാങ്ങിച്ചാൽ തെറ്റല്ലേ? വിട്ടുകൊടുക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 3 ആണെങ്കിൽ വാങ്ങിക്കുന്ന ഇലക്ട്രോണിന്റെ എണ്ണം 3 ആയിരിക്കണം. അപ്പൊ വിട്ടുകൊടുക്കുന്ന വാങ്ങുന്നതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആക്കുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം ഈക്വൽ ആക്കുക. ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം ഈക്വൽ ആക്കുക. ആരോ മാർക്കിന്റെ ലെഫ്റ്റ് റൈറ്റ് വേ അത്രയേ ഉള്ളൂ. നമുക്ക് സെറ്റാക്കാം. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ്, അതിന് കുറച്ച് സ്റ്റെപ്പും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. 6 സ്റ്റെപ്പ് ഉണ്ട്. ഒരു മാറ്ററും ഇല്ല. 4 സ്റ്റെപ്പിലേക്ക് നമുക്ക് ചെയ്ത് വെക്കാം. ഈ ഓരോ സ്റ്റെപ്പും വായിച്ച് മനസ്സിലാക്കി കാണാതെ പഠിച്ച് ഈ സ്റ്റെപ്പുകളൊക്കെ എഴുതാൻ പറയുമോ? എഴുതാൻ പറയില്ല. ഈ സ്റ്റെപ്പുകൾ 1 2 3 4 5 6 എന്ന് പറയുന്ന സ്റ്റെപ്പുകൾ എഴുതാൻ പറയില്ല. ഈ സ്റ്റെപ്പുകൾ നിങ്ങൾ കാണാതെ പഠിക്കേണ്ടതില്ല. എന്തിന് ഈ സ്റ്റെപ്പിൽ ഒരു തവണ പോലും ഒന്നും വായിച്ച് നോക്കാതെ നമുക്ക് ചെയ്യാൻ പറ്റും. ഞാൻ പറയുന്നത് ശ്രദ്ധിച്ച് നിങ്ങൾ ചെയ്താൽ മാത്രം മതി. നിങ്ങൾക്ക് ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ തന്നിരിക്കുകയാണ്. ഇതിനെ ബാലൻസ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ്. അവർ പറയും ഇതിനെ ബാലൻസ് ചെയ്യണം. ഏത് മെത്തേഡും കൂടെ അവർ പറഞ്ഞുതരും. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് എന്ന് പറഞ്ഞുതരും, അല്ലെങ്കിൽ ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് എന്ന് പറഞ്ഞുതരും. അപ്പൊ ഏത് മെത്തേഡ് ആണെന്നുള്ളത് ക്വസ്റ്റ്യൻ വായിച്ചിട്ട് മനസ്സിലാക്കണം. ഒരു മെത്തേഡും പറഞ്ഞിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്ന മെത്തേഡിൽ നിങ്ങൾക്ക് ചെയ്യാം. ഏതാണോ സിമ്പിൾ തോന്നുന്നത് അത്. ഇനി ഏത് മെത്തേഡ് വഴി ചെയ്യണമെന്ന് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഇത് അസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ മനസ്സിലാക്കണം. ഇവിടെ ഈ റിയാക്ഷൻ അസിഡിക് മീഡിയത്തിലാണോ ബേസിക് മീഡിയത്തിലാണോ എന്നുള്ളത് ക്വസ്റ്റ്യനിൽ തന്നിട്ടില്ല. പക്ഷെ ഇത് വായിച്ചാൽ മനസ്സിലാക്കും. നോക്കി, ഇവിടെ H+ കാണുന്നില്ലേ, ഇവിടെ H+ കാണുന്നില്ലേ, എങ്കിൽ ഉറപ്പിക്കാം ഇതെന്താണ്? അസിഡിക് മീഡിയമാണ്. ഇത് ഏതിലാണ്? അസിഡിക് മീഡിയമാണ്. അതിനെന്തിനാണ് സാർ അസിഡിക് മീഡിയം എന്നൊക്കെ നമ്മൾ അറിഞ്ഞിരിക്കണം ഗായ്സ്. എന്നാലേ ഹൈഡ്രജൻ ഓക്സിജനൊക്കെ കറക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അസിഡിക് മീഡിയം കേട്ടോ, അസിഡിക് മീഡിയം. ഇനി നമ്മൾ ചെയ്യേണ്ടത്
ഈ കെമിക്കൽ റിയാക്ഷൻ ഇതുപോലെ എടുത്ത് താഴത്ത് എഴുതുക. ഈ കെമിക്കൽ റിയാക്ഷനെ ഇതുപോലെ എടുത്ത് താഴത്ത് എഴുതുക. ഞാൻ സാറാണ്, ഞാൻ എഴുതുന്നില്ല. നിങ്ങൾ എഴുതുമ്പോഴുണ്ടല്ലോ ഈ Mn4 മൈനസ്, Mn4 അല്ല Mn4 മൈനസ് ആണ്, ഇതെടുത്ത് എഴുതണം. Br മൈനസ് എഴുതണം. ഈ H+ എഴുതിയില്ലേ വലിയ വിഷയമൊന്നുമില്ല. ലാസ്റ്റ് നമുക്ക് വേണ്ടത്ര ഇട്ട് കൊടുക്കാം. Br H+ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല, വാട്ടർ എഴുതിയില്ലെങ്കിലും കുഴപ്പമില്ല. ഇതൊന്നും നമുക്ക് പ്രോബ്ലം ചെയ്ത സമയത്ത് ആവശ്യമേ വരുന്നില്ല. സിമ്പിളായിട്ട് നമുക്ക് ചെയ്യാവുന്നതാണ്. ബാക്കിയുള്ള ആളുകൾ വാട്ടറും H+ഉം വാട്ടറും OH- ഇതൊക്കെ ഒഴികെ ബാക്കിയുള്ളവരെയൊക്കെ എടുത്ത് എഴുതുക. നമ്മൾ ആദ്യം ചെയ്യുന്ന കാര്യം. എന്നിട്ട് ഇവരുടെയൊക്കെ ചാർജ് എഴുതുക. ഇതിൽ ഓരോരുത്തരുടെയും ചാർജ് എഴുതുക. MnO4- എന്ന് പറഞ്ഞാൽ ഒരു മാംഗനീസിന്റെ ചാർജും 4 ഓക്സിജന്റെ ചാർജും കൂടെ കൂട്ടിയാൽ -1 എന്ന് കിട്ടണം. അങ്ങനെ -1 എന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ KMnO4 ആക്ച്വലി സാധനം മാംഗനീസിന്റെ ചാർജ് +7 ആണ്. നിങ്ങൾ ചെയ്ത് നോക്കുക. അതൊക്കെ നമ്മൾ ചെയ്തിട്ട് വന്നാലേ, ഇതിപ്പോൾ പിന്നെയും പറയാൻ നിന്നാൽ എത്ര സമയം നഷ്ടമാണ്. Mnന്റെ ചാർജും 4 ഓക്സിജൻ ചാർജും കൂടെ കൂട്ടിയാൽ -1 എന്ന് കിട്ടണം. എങ്കിൽ Mnന്റെ ചാർജ് -7ഉം 1 ഓക്സിജന്റെ ചാർജ് -2ഉം ആണ്. Brന്റെ ചാർജ് എത്രയാണ്? അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് അവന്റെ ചാർജ് അല്ലേ? അതിന്റെ മുകളിൽ എഴുതിയിരിക്കുന്നത് തന്നെയാണ് അവന്റെ ചാർജ്. Brന്റെ ചാർജ് -1 ആണ്. എങ്ങനെ സാർ Br ചാർജ് -1 കിട്ടി? Br ഒറ്റയ്ക്കല്ലേ സാർ കിടക്കുന്നത്? Br ഒറ്റയ്ക്ക് തന്നെ. പക്ഷേ Brന്റെ മുകളിൽ ചാർജ് കണ്ടോ? ഒരാൾ ഒറ്റയ്ക്ക് കിടക്കുകയാണെങ്കിലാണ് ചാർജ് 0. ഇവിടെ ചാർജ് -1 ആണ്. അവിടെ ക്വസ്റ്റിൽ തന്നിട്ടുണ്ട് Br -1 തന്നപ്പോൾ Brന്റെ ചാർജ് -1 ആണ്. പിന്നെ H+ എന്ന് എഴുതേണ്ട ആവശ്യമില്ല, അപ്പുറം നോക്കാം. Mn2+ന്റെ ചാർജ് എത്രയായിരിക്കും? Mn2+ൽ Mന്റെ ചാർജ് 2+ ആണ്. കാരണം എന്താ? ഈ 2+ ആണ് അവന്റെ ചാർജ്. പിന്നെ Br2 കണ്ട, ചാർജ് ഒന്നുമില്ല. Br2 എലമെന്റൽ ഫോമിലല്ലേ, ചാർജ് എന്താണ്? 0 ആണ്. ഹൈഡ്രജൻ ഓക്സിജൻ ചാർജ് ഇട്ട് കൊടുക്കേണ്ടത് എപ്പോഴും +1 -2 ഒക്കെ ആയിരിക്കും. അതുകൊണ്ട് ബേജാറാവണ്ട. ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ നടന്നത്? ഫസ്റ്റ് സ്റ്റെപ്പിൽ സ്കെലിട്ടൺ ഇക്വേഷൻ എടുത്ത് എഴുതുക. ആ സ്റ്റെപ്പിൽ തന്നെ നിങ്ങൾ ചെയ്യേണ്ടത് ഓക്സിഡേഷൻ നമ്പറുകൾ എഴുതുക. എന്നിട്ട് അതിൽ തന്നെ മാർക്ക് ചെയ്യുക ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയിരിക്കുന്നത്, ആർക്കാണ് ഓക്സിജൻ നമ്പർ കുറഞ്ഞിരിക്കുന്നത്. ഇത് തന്നെയാണ് രണ്ട് മെത്തേഡിലും. ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണെങ്കിലും ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആണെങ്കിലും രണ്ടിലും ഒരേ കാര്യം തന്നെയാണ് പറയുന്നത്. സ്കെലട്ടൺ ഇക്വേഷൻ എഴുതുന്നു, സ്കെലട്ടൺ ഇക്വേഷൻ പറഞ്ഞാൽ ക്വസ്റ്റൻ എടുത്ത് എഴുതുകയാണ്. അത്രയേ ഉള്ളൂ. ചാർജ് ഒക്കെ അവർ തലയ്ക്ക് മുകളിൽ ചാർജ് എഴുതി വെക്കുക. ചാർജ് എഴുതി വെച്ചതിന് ശേഷം ലെഫ്റ്റ് നിന്ന് റൈറ്റിലോട്ട് പോകുമ്പോൾ ആരുടെ ഓക്സിജൻ നമ്പർ കൂടി, ആരുടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞു, ഇതുവരെ എല്ലാവർക്കും കോമൺ ആണ്. ആ മെത്തേഡ് ആണെങ്കിൽ ഈ മെത്തേഡും കോമൺ ആണ്. അപ്പോൾ Mn സംഭവിച്ചത് എന്ത്? Mn +7 ആയിരുന്നു, അത് +2 ആയിട്ട് മാറി. Mn സംഭവിച്ചത് ഓക്സിജൻ നമ്പർ കുറഞ്ഞിരിക്കുകയാണല്ലേ. അപ്പോൾ എങ്ങനെ എഴുതാം ഇത്? ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്ര കുറഞ്ഞു എന്ന് നോക്കണം. +7 എന്ന് പറയുന്നത് +2 ആയിട്ട് കുറഞ്ഞെങ്കിൽ 5 എണ്ണം കുറഞ്ഞിട്ടുണ്ട്, ശരിയല്ലേ? 5 എണ്ണം കുറഞ്ഞിട്ടുണ്ട്. ആർക്കാണ് കൂടിയിരിക്കുന്നത്? Br -1 ആണ്. Br 0 ആയിട്ട് മാറി. എത്ര കൂടി? -1 എന്ന് 0 എന്ന് പറഞ്ഞാൽ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്ര കൂടി? 1 കൂടിയിരിക്കുന്നത്. -1 എന്ന് 0 1 കൂടി. -1 0 കൂടി. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ 1 കൂടി എന്ന് പറഞ്ഞാൽ അവിടെ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു എന്നാണ്. ഓക്സിഡേഷൻ നമ്പർ 5 എണ്ണം കുറഞ്ഞു എന്ന് പറഞ്ഞാൽ 5 ഇലക്ട്രോണിനെ വാങ്ങിച്ചു എന്നാണ്. അതെങ്ങനെ ശരിയാവുക? വിട്ടുകൊടുത്ത ഇലക്ട്രോണിന്റെ എണ്ണം 1ഉം വാങ്ങിച്ച ഇലക്ട്രോണിന്റെ എണ്ണം 5ഓ? അല്ലല്ലോ. വിട്ടുകൊടുത്ത ഇലക്ട്രോണുകളുടെ എണ്ണവും വാങ്ങിച്ച ഇലക്ട്രോണിന്റെ എണ്ണവും ഈക്വൽ ആക്കാൻ വേണ്ടി ഇവിടെ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അതാണ് രണ്ടാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യുന്നത്. സ്റ്റെപ്പ് 2 എന്ന് പറഞ്ഞുകൊണ്ട് നിങ്ങൾ എഴുതേണ്ട കാര്യം സ്റ്റെപ്പ് 2ൽ എന്താ ചെയ്യുന്നത് എഴുതി കൊടുക്കണം കേട്ടോ. ഫസ്റ്റ് സ്റ്റെപ്പിൽ നമ്മൾ എന്താ ചെയ്തത്? ചാർജ് കണ്ടുപിടിച്ചു, ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ കണ്ടുപിടിച്ചു. ഇനി ഓക്സിഡേഷൻ നമ്പർ മെത്തേഡ് ആയതുകൊണ്ട് ഓക്സിഡേഷൻ നമ്പർ നമ്മൾ ഇപ്പോൾ എഴുതി കണ്ടുപിടിച്ച് കഴിഞ്ഞല്ലോ. ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആക്കണം. അതിനായിട്ട് ഈ നമ്പർ കൊണ്ട് അവിടെയും ആ നമ്പർ കൊണ്ട് ഇവിടെയും മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എങ്ങനെ ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ 1 അല്ലേ, അതേ ഇൻറ്റു 5 ചെയ്യുക. അതേ ഇൻറ്റു 5 ഞാനിവിടെ ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. മുകളിൽ നോക്കുക, ഏറ്റവും ടോപ്പിൽ നോക്കുക. അതേ ഇൻറ്റു 5, അതേ ഇൻറ്റു കാണുന്നേ, അതേ ഇൻറ്റു 5, അതേ ഇൻറ്റു 5. താഴത്ത് അതേ ഇൻറ്റു 1, അതേ ഇൻറ്റു 1. എന്താ ഇപ്പം ചെയ്തിരിക്കുന്നത്? ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പറും എന്താക്കി? ഈക്വൽ ആകത്തക്ക രീതിയിൽ സ്യൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇവിടെ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആണ്, ഇവിടെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 5 ആണ്. കിട്ടിയില്ലേ? ഇനി നമ്മൾ ഇപ്പൊ ഇങ്ങനെ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ഈ ഒരു നമ്പർ നമ്മൾ എവിടെ ഇട്ട് കൊടുക്കുന്ന അറിയാവോ? റിയാക്ടൻസിന്റെ സൈഡാണ് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. റിയാക്ടൻസിന്റെ സൈഡാണ് മൾട്ടിപ്ലൈ. അപ്പൊ ഈ റിയാക്ഷൻ എന്തായിട്ട് മാറും? സ്റ്റെപ്പ് 2 ആണ്. സ്റ്റെപ്പ് 2ൽ ഞാൻ എഴുതുന്ന നോക്കണേ നിങ്ങൾ. സ്റ്റെപ്പ് 2ൽ ഇതിന് നമ്മൾ എന്ത് കൊടുത്തു? 1 കൊണ്ട് മൾട്ടിപ്ലൈ. അപ്പോൾ 1 MnO4-. ഇവിടെ നമ്മൾ എത്ര കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു? 5 കൊണ്ട് മൾട്ടിപ്ലൈ. 5 Br-. അങ്ങനെയാണ് വരിക. ഒരു ബ്ലൂ കളർ എഴുതാമേ.
ഒരു MnO4 മൈനസ് 1 കൊണ്ടല്ലേ മൾട്ടിപ്ലൈ ചെയ്തത്, പ്ലസ് പ്ലസ് ഇതിനകത്ത് എന്താ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് റിയാക്ടൻസിന്റെ സൈഡ് മാത്രമേ ചെയ്യാൻ പാടുള്ളൂ കേട്ടോ. 5Br മൈനസ് ഗിവ്സ് H+ഉം OH2 ഒന്നും ഇട്ട് കൊടുക്കണ്ട. റൈറ്റ് സൈഡ് അങ്ങനെ തന്നെ എഴുതുക, റൈറ്റ് സൈഡ് അങ്ങനെ എഴുതുക, Mn2+ അങ്ങനെ തന്നെ എഴുതി, പിന്നെ Br2 എഴുതി. ഇപ്പൊ നമ്മൾ എന്താ ചെയ്തത്, ഓക്സിഡേഷൻ നമ്പർ എഴുതി കഴിഞ്ഞു. ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും എഴുതി. ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആകത്തക്ക രീതിയിൽ സൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് റിയാക്ടൻസിന്റെ സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. റിയാക്ടൻസിന്റെ സൈഡ് മൾട്ടിപ്ലൈ ചെയ്തു. ഇപ്പൊ ഞാൻ ചെയ്തിരിക്കുന്ന കാര്യത്തെ ഹൈലൈറ്റ് ചെയ്ത് തരാം. ഇതാണ് ഇപ്പൊ നമ്മൾ ചെയ്തിരിക്കുന്ന കാര്യം. റെഡി? ഈ ഒരു നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി നമ്മൾ ചെയ്യാനായിട്ട് പോകുന്ന കാര്യം എന്ന് പറയുന്നത്, ഇതിൽ ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്തില്ലേ, വിട്ട് കൊടുക്കുന്നതോ വാങ്ങുന്നതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്ത്. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. 3 ടാസ്ക് ആണുള്ളത്. എന്താണ്? വിട്ട് കൊടുക്കുന്നതോ വാങ്ങുന്നതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. അത് കറക്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. അതാണ് ഇപ്പൊ ചെയ്യാൻ പോകുന്നത്. ലാസ്റ്റ് ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഈ 3 ടാസ്ക് കംപ്ലീറ്റ് ചെയ്ത പരിപാടി കഴിഞ്ഞു. അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെ ഇവിടെ മാംഗനീസ് ഉണ്ട്, Br ഉണ്ട് അല്ലേ? അതെ. ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? ഒരൊറ്റ മാംഗനീസ്. ഇവിടെ എത്ര മാംഗനീസ് ഉണ്ട്? ഒരൊറ്റ മാംഗനീസ്. അപ്പൊ മാംഗനീസിന്റെ എണ്ണം കറക്റ്റ് ആണ്. ഇവിടെ Br എത്ര ഉണ്ട്? 5 Br ഉണ്ട്. ഇവിടെ Br2 ആണ്, 2 Br. ഇവിടെ 2 Brഉം ഇവിടെ 5 Brഉം. അപ്പൊ എങ്ങനെ വരിക? അതിങ്ങനെ വരിക, ഇവിടെയുള്ളതിന്റെ എണ്ണം ഇവിടെയുള്ള എണ്ണം കറക്റ്റ് ചെയ്യണ്ടേ? അതിനായിട്ട് നമുക്ക് ഇവിടെ എന്ത് ചെയ്യണം? 5/2 എന്ന് കൊടുക്കാം. ഫ്രണ്ടിൽ എന്ന് കൊടുക്കാം 5/2. അത് ഞാൻ റെഡ് കളറിൽ എഴുതാമേ, 5/2. ഇപ്പൊ അടുത്ത സ്റ്റെപ്പിൽ ഞാൻ എന്താ, അടുത്ത സ്റ്റെപ്പാണ് കേട്ടോ. നിങ്ങൾ അത് അടുത്ത സ്റ്റെപ്പിൽ നിന്ന്, ഞാൻ സാറല്ലേ എനിക്ക് ഇങ്ങനെ എഴുതാം, നിങ്ങൾ സ്റ്റെപ്പ് 3 എന്ന് പറഞ്ഞ് എഴുതുക. ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞിട്ട്, ഇവിടെ 5 ആണെങ്കിൽ ഇവിടെ 5/2 Br2. 5/2 Br2 മൾട്ടിപ്ലൈ നോക്കിയോ, 5/2 × 2. ഈ നമ്പർ ഇൻറ്റു ഈ നമ്പർ എത്ര? 5 എന്ന് കിട്ടില്ലേ? 5/2 × 2 എത്രയെന്ന് കിട്ടി? 5 എന്ന് കിട്ടിയില്ലേ? അപ്പൊ 5/2 Br2 എന്ന് പറഞ്ഞാൽ എന്ത് തന്നെയാണത്? 5 Br. അപ്പൊ Brകളുടെ എണ്ണവും കറക്റ്റായി. ഇപ്പോൾ നമ്മൾ ആരുടെ എണ്ണം കറക്റ്റ് ചെയ്തു? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി നമുക്ക് ആരുടെ എണ്ണം കറക്റ്റ് ചെയ്യണം? ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യണം. അടുത്ത സ്റ്റെപ്പിൽ നിങ്ങൾ എഴുതുക, ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം ഞാൻ കറക്റ്റ് ചെയ്യാൻ പോവുകയാണ്. ഈ ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യുമ്പോഴാണ് അത് അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണോ നമ്മൾ നോക്കേണ്ടത്. ഹൈഡ്രജനും ഓക്സിജനും എണ്ണം കറക്റ്റ് ചെയ്യുമ്പോൾ അതിൽ ആദ്യം നിങ്ങൾ കറക്റ്റ് ചെയ്യേണ്ടത് ഓക്സിജന്റെയാണ്. മനസ്സിലാക്കുക, ട്രിക്കും മറ്റു കാര്യങ്ങൾ ഇങ്ങനെയാണ്, വളരെ അടിപൊളിയാണ്. ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യുക. അതിപ്പോൾ ബേസിക് മീഡിയം ആണെങ്കിലും അസിഡിക് മീഡിയം ആണെങ്കിലും ഓക്സിജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. അത് അസിഡിക് മീഡിയം ആണെങ്കിലും ബേസിക് മീഡിയം ആണെങ്കിലും ഓക്സിജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ ഇട്ട് കൊടുക്കുക. ഇവിടെ ഓക്സിജന്റെ എണ്ണം എത്രയാണ്? റിയാക്ടൻ സൈഡ് എത്ര ഓക്സിജൻ ഉണ്ട്? പ്രൊഡക്റ്റിന്റെ സൈഡ് എത്ര ഓക്സിജൻ ഉണ്ട്? പ്രൊഡക്റ്റിന്റെ സൈഡ് ഓക്സിജനേ ഇല്ല. റിയാക്ടൻസിന്റെ സൈഡ് 4 ഓക്സിജൻ ഉണ്ട്. പ്രൊഡക്റ്റിന്റെ സൈഡും 4 ഓക്സിജൻ വേണം. പ്രൊഡക്റ്റിന്റെ സൈഡും 4 ഓക്സിജൻ വേണം. എവിടെയാണോ ഓക്സിജന്റെ എണ്ണം കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ ഇവിടെ ഇട്ട് കൊടുക്കുന്നു, പ്ലസ് 4 ഓക്സിജൻ വേണം, അപ്പോൾ 4H2 എന്നിട്ട് കൊടുക്കുന്നു. 4 ഓക്സിജൻ വേണം, 4H2 എന്നിട്ട് കൊടുക്കുന്നു. റെഡിയല്ലേ? കിട്ടിയോ? അപ്പോൾ ഓക്സിജൻ എണ്ണം കറക്റ്റായേ? ഓക്സിജൻ എണ്ണം 4 എന്ന് കറക്റ്റായേ? ഓക്സിജൻ എണ്ണം 4 എന്ന് കറക്റ്റായേ? അതെ സാർ, ഓക്സിജൻ എണ്ണം ആകുമ്പോഴേക്കും ഹൈഡ്രജൻ എണ്ണം തെറ്റിപ്പോയില്ലേ സാർ? ഓക്സിജൻ എണ്ണം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഹൈഡ്രജൻ എണ്ണം നിങ്ങൾക്ക് ഇട്ട് കൊടുക്കാം. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഇല്ല. ഇവിടെ ഹൈഡ്രജൻ ഉണ്ടോ? ഉണ്ട്. എത്ര ഹൈഡ്രജൻ ആണുള്ളത്? 4 2 8 ഹൈഡ്രജൻ ആണുള്ളത് അല്ലേ? ഇവിടെ 8 ഹൈഡ്രജൻ ഉണ്ട്. ഇവിടെ 8 ഹൈഡ്രജൻ വേണം. ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇട്ട് കൊടുത്തത് വാട്ടർ ആണെങ്കിൽ ഹൈഡ്രജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നിങ്ങൾ ഇവിടെ ഇട്ട് കൊടുക്കേണ്ടത് H+ ആണ്. കാരണം അസിഡിക് മീഡിയമാണ്. അസിഡിക് മീഡിയം ആയതുകൊണ്ട് ഒന്നും നോക്കാനില്ല. H+ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും H+കൾ ഇട്ട് കൊടുക്കുക. ഹൈഡ്രജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും H+കളെ ഇട്ട് കൊടുക്കുക. ഇവിടെ 8 H+കളെ വേണം, ഇട്ട് കൊടുത്തു. ഇതിപ്പോ ഒരു ബേസിക് മീഡിയം ആണെന്ന് വിചാരിക്കും. ബേസിക് മീഡിയം ആണെങ്കിലും ഇതേപോലെ തന്നെ എവിടെയാണോ ഓക്സിജൻ കുറവുള്ളത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. എവിടെയാണോ ഹൈഡ്രജൻ കുറവുള്ളത് അവിടെ H+ ഇട്ട് കൊടുക്കാനുള്ള വകുപ്പില്ല. കാരണം ബേസിക് മീഡിയം അല്ലേ. ബേസിക് മീഡിയം ആയതുകൊണ്ട് H+ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പകരം എന്താണ് ചെയ്യാന്നറിയാവോ? ഹൈഡ്രജൻ കുറവുള്ള സ്ഥാനത്ത് അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുത്തിട്ട് ഓപ്പോസിറ്റ് അത്രയും OH- ഇട്ട് കൊടുക്കുക. കൺഫ്യൂസ് ആയോ? ഒന്നും വേണ്ട. ഇതിപ്പോ ഒരു ബേസിക് മീഡിയം ആണെന്ന് വിചാരിക്കുക. ബേസിക് മീഡിയം ആണെങ്കിൽ ഇവിടെ നമുക്ക് 8 ഹൈഡ്രജൻ വേണം, പക്ഷെ 8 H+ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. കാരണം എന്താ? ബേസിക് മീഡിയത്തിൽ എവിടെയാണ് H+?
അസിഡിക് മീഡിയത്തിലല്ലേ H+ ഉണ്ടായിരിക്കുക. അപ്പോൾ 8 H+ ഇട്ട് കൊടുക്കാൻ പറ്റില്ല. പകരം എന്താ ചെയ്യാന്നറിയാമോ? ഹൈഡ്രജന്റെ എണ്ണം കുറവുള്ളവിടെ അത്രയും ഹൈഡ്രജൻ എണ്ണം ബാലൻസ് ചെയ്യത്തക്ക രീതിയിൽ അത്രയും വാട്ടർ മോളിക്യൂൾ ഇടുക. 8 ഹൈഡ്രജൻ വേണമെങ്കിൽ ഞാൻ ഇവിടെ ഇട്ട് കൊടുക്കുന്നത് എത്ര ഹൈഡ്രജൻ ആണോ വേണ്ടത് അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. 8 ഹൈഡ്രജൻ ആണ് വേണ്ടതെങ്കിൽ ഇവിടെ 8 H2 എന്നിട്ട് കൊടുക്കും. 8 H2 എന്നിട്ട് കൊടുക്കും. അതിന്റെ നേരെ ഓപ്പോസിറ്റ് 8 OH- ഇട്ട് കൊടുക്കും. അപ്പൊ അത് കറക്റ്റ് ആവും. 8 H2 എന്ന് പറഞ്ഞാല് 8 HOH ഉണ്ടായിരിക്കില്ലേ? 8 H2 എന്ന് പറഞ്ഞാൽ 8 OH ഉണ്ടായിരിക്കില്ലേ? നമുക്ക് ആക്ച്വലി ഇവിടെ 8 H+ മതി, 8 OH വേണ്ടല്ലോ. അപ്പൊ ഓപ്പോസിറ്റ് 8 OH ഇട്ട് കൊടുത്താൽ മതി. 8 OH ഇവിടെ എക്സ്ട്രാ ഉണ്ട്, അതുകൊണ്ട് ഓപ്പോസിറ്റ് 8 OH ഇട്ടാൽ സംഭവം കറക്റ്റ് ആവും. ബാലൻസിങ് ഓഫ് ബേസിക് മീഡിയത്തിലുള്ള റിഡോക്സ് റിയാക്ഷൻസിന്റെ ബാലൻസിങ് ഞാൻ പിന്നീട് പറഞ്ഞുതരാം. ഇപ്പൊ ഞാൻ ഒരു ഹിന്റ് ആയിട്ട് പറഞ്ഞതേ ഉള്ളൂ. അസിഡിക് മീഡിയ ആണെങ്കിൽ വളരെ ഈസി ആണല്ലേ. ഹൈഡ്രജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ H+ ഇട്ട് കൊടുക്കുക. ബേസിക് മീഡിയ ആണെങ്കിൽ ഹൈഡ്രജൻ എവിടെയാണോ കുറവുള്ളത് അവിടെ അത്രയും H2O ഇട്ട് കൊടുക്കുക, ഓപ്പോസിറ്റ് അത്രയും OH- ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഈ വാട്ടർ വെട്ടിക്കളയണം. അത് വരെ ക്ലിയർ? അപ്പൊ ഇത് കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. ഇവിടെ പിന്നെ ഒരു 5/2 എന്നുള്ള സാധനം കാണുന്നുണ്ടോ? ഈ 5/2 മാറ്റാൻ വേണ്ടി മാത്രം കംപ്ലീറ്റ് ഇക്വേഷനെയും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. കംപ്ലീറ്റ് ഇക്വേഷൻ 2 കൊണ്ട് മൾട്ടിപ്ലൈ. എന്തിനാണ് 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്? ഇവിടെ ഈ 5/2 എന്നുള്ളത് കൊണ്ട്, ഈ 5/2 എന്നുള്ളത് കൊണ്ട് എല്ലാത്തിനും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 16H+ പ്ലസ് 2MnO4- പ്ലസ് 10Br- gives 2Mn2+ പ്ലസ് 5Br2. ഈ 5Br2 വരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുന്നത്. 8H2O കംപ്ലീറ്റ് ആയി കഴിഞ്ഞു. അപ്പോൾ ഇവിടെ ചെയ്ത കാര്യം എന്താണ്? സ്കെലട്ടൺ ഇക്വേഷൻ എഴുതുന്നു, ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും മനസ്സിലാക്കുന്നു. ഇൻക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഡിക്രീസിംഗ് ഓക്സിഡേഷൻ നമ്പറും ഈക്വൽ ആകത്തക്ക രീതിയിൽ സൂട്ടബിൾ ആയിട്ടുള്ള നമ്പർ കൊണ്ട് അപ്പുറത്തും ഇപ്പുറത്തും മൾട്ടിപ്ലൈ ചെയ്യുന്നു. അപ്പോൾ വിട്ടുകൊടുത്തതോ വാങ്ങുന്നതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം കറക്റ്റായി. റിയാക്ടൻസിന്റെ സൈഡ് നമ്മൾ നമ്പർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത് കറക്റ്റ് ചെയ്തു. ഇനി ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ ഇനി എന്താ ചെയ്യണത്? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഇനി ഹൈഡ്രജനും ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യണം. ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി പച്ചവെള്ളം കോരി ഒഴിക്കുക. ഹൈഡ്രജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി അസിഡിക് മീഡിയം ആണെങ്കിൽ H+ ഇട്ട് കൊടുക്കുക. ഇനി നമുക്ക് നോക്കാനുള്ളത് ഹാഫ് റിയാക്ഷൻ മെത്തേഡ് ആണ്. വളരെ എളുപ്പമാണ്. ഓക്സിഡേഷൻ നമ്പർ മെത്തേഡുമായിട്ട് കമ്പയർ ചെയ്യുന്ന സമയത്ത് ഹാഫ് റിയാക്ഷൻ മെത്തേഡിൽ നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കൂടി വരുമെന്നേ ഉള്ളൂ. പക്ഷെ വളരെ സിമ്പിളായിട്ട് ചെയ്യാവുന്ന കാര്യം തന്നെയാണ്. ഇവിടെയും കുറച്ച് സ്റ്റെപ്സും മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതൊന്നും തന്നെ കാണാതെ പഠിക്കാതെ വളരെ ഈസി നമുക്ക് ചെയ്യാനുള്ള കാര്യം നമുക്ക് നോക്കാം. ഓക്കെ, റെഡി അല്ലേ? ഇങ്ങനെ ഒരു റിയാക്ഷൻ തന്നിരിക്കുകയാണ്. ഈ റിയാക്ഷൻ ഇതുപോലെ തന്നെ എടുത്ത് ആൻസർ ഷീറ്റിൽ എഴുതുക എന്നാണ് നിങ്ങൾ ആദ്യം ചെയ്യേണ്ട സ്റ്റെപ്പ് എന്ന് പറയുന്നത്. അതിൽ H+ എന്നുകൊണ്ട് ഉറപ്പിക്കാം എന്താണ് ഇത് അസിഡിക് മീഡിയം ആണ് എന്നുള്ളത്. ഇത് അസിഡിക് മീഡിയം നമ്മൾ കാര്യം മനസ്സിലാക്കുന്നു. ക്വസ്റ്റനിൽ നിങ്ങൾ ചോദിക്കണം കേട്ടോ, ക്വസ്റ്റനോട് ചോദിക്കണം നിങ്ങൾ ഇത് അസിഡിക് മീഡിയം ആണോ ബേസിക് മീഡിയം ആണെന്നുള്ളത്. അസിഡിക് മീഡിയം ആണ് അല്ലെങ്കിൽ ബേസിക് മീഡിയം ആണെന്നുള്ളത് നിങ്ങളത് മനസ്സിലാക്കിയതിന് ശേഷം മാത്രമാണ് നിങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരിക. എങ്കിലല്ലേ നമുക്ക് H+ എങ്ങനെ ഇട്ട് കൊടുക്കുന്നുള്ള കാര്യം മനസ്സിലാക്കാൻ സാധിക്കുക. അപ്പോൾ ആദ്യം നിങ്ങൾ ഈ സ്കെലട്ടൺ ഇക്വേഷൻ എടുത്ത് എഴുതുന്നു. അതാണ് നിങ്ങൾ ആദ്യം ചെയ്യുന്ന കാര്യം എന്ന് പറയുന്നത്. ശേഷം എന്താണ് അവിടെയും ഇവിടെയും ചെയ്യുന്നതിൽ ആദ്യത്തെ സ്റ്റെപ്പ് ഒന്ന് തന്നെയാണ്. ഇവിടെയുള്ള ആളുകളുടെ എല്ലാവരും തന്നെ ഓക്സിജൻ സ്റ്റേറ്റ് കൃത്യമായിട്ട് എഴുതുക. ആർക്ക് ഓക്സിജൻ നമ്പർ കൂടുന്നു, ആർക്ക് ഓക്സിജൻ നമ്പർ കുറയുന്നു, അതായത് ആർക്ക് ഓക്സിജൻ നടക്കുന്നു, ആർക്ക് റിഡക്ഷൻ നടക്കുന്നു എന്നുള്ളത് കൃത്യമായി തന്നെ നിങ്ങൾ എന്ത് ചെയ്യേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. അപ്പോൾ നമുക്ക് Fe2+ എന്ന് എഴുതിയിരിക്കുകയാണ്. Fe2+ എഴുതിയത് കൊണ്ട് Fന്റെ ചാർജ് എത്രയാണ്? Fയുടെ ചാർജ് എത്രയാണ്? 2+ ആണ്. റെഡി? Cr2O7 2- Cr ചാർജ് എത്രയാണ്? Cr2O7 2- Cr ചാർജ് എന്ന് പറഞ്ഞാൽ നമ്മൾ ചെയ്തതാണ്. ആദ്യം തുടക്കത്തിൽ ഞാൻ ചെയ്തിരുന്നു, പിന്നീട് ഞാൻ പറഞ്ഞു തരില്ല എന്ന് പറഞ്ഞതാണ്. Cr2O7 2- Cr ചാർജ് എന്ന് പറഞ്ഞാൽ +6 ആണ്. Fe3+ Feയുടെ ചാർജ് 3+ ആണ്. കാരണം എന്താണ്? Feയുടെ ചാർജ് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ചാർജ് എന്താണോ അത് തന്നെയാണ് അതിന്റെ ഓക്സിജൻ സ്റ്റേറ്റ്. Cr3+, Cr ചാർജ് 3+ തന്നെയാണ്. പിന്നെ H2O-ലൊക്കെ Hന്റെ പ്ലസ് അതൊന്നും ഇട്ട് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല കേട്ടോ. ആക്ച്വലി ഹൈഡ്രജൻ ഓക്സിജൻ നമ്മളിവിടെ വാട്ടറും H+ വാട്ടറും OH- നമ്മളത് എഴുതേണ്ടത് വരുന്നില്ല. നമുക്കല്ലാതെ തന്നെ നമുക്ക് സിമ്പിളായി ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതിൽ ആർക്കോ ഓക്സിജൻ നമ്പർ കൂടുന്നുണ്ട്, ആർക്കോ ഓക്സിജൻ നമ്പർ കുറയുന്നുണ്ട്. ആർക്കാണ് ഓക്സിജൻ നമ്പർ കൂടിയത്, ആർക്കാണ് ഓക്സിജൻ നമ്പർ കുറഞ്ഞതെന്ന് നോക്കിക്കേ. Feയുടെ ചാർജ് +2 എന്നായിട്ട് മാറിയതാണ് +3 ആയിട്ട് മാറി. അപ്പോൾ ഓക്സിജൻ നമ്പർ എന്തിരിക്കുകയാണ്? കൂടിയിരിക്കുകയാണ് അല്ലേ. ഇൻക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ എത്രയായിട്ട് കൂടി? 1 കൂടി. ഇനി Cr ചാർജ് നോക്കിക്കേടാ. Cr ചാർജ് +6 ആയിരുന്നു. +6 എന്ന് പറയുന്നത് എന്തായിട്ട് മാറി? +3 ആയിട്ട് കുറഞ്ഞു. അപ്പോൾ ഡിക്രീസിങ് ഓക്സിഡേഷൻ നമ്പർ ബൈ 3. അപ്പോൾ ഓക്സിഡേഷൻ നമ്പർ കുറഞ്ഞിരിക്കുന്നത് 3 ഓക്സിജൻ നമ്പർ കൂടിയിരിക്കുന്നത് 1. ഇതെന്താ ഞാൻ എഴുതിയിരിക്കുന്നത്? ഇതുവരെ അതിലും ഇതിലും എഴുതിയിരിക്കുന്ന സെയിം അല്ലേ? ഓക്സിജൻ നമ്പർ എഴുതി കഴിഞ്ഞു, ഡിക്രീസിങ് ഓക്സിജൻ നമ്പറും ഇൻക്രീസിങ് ഓക്സിജൻ നമ്പർ എഴുതി കഴിഞ്ഞു. ഇനി എന്താ അറിഞ്ഞിരിക്കുന്നത്? ഇവിടെ ഓക്സിജൻ നമ്പർ കുറഞ്ഞിരിക്കുന്നത് 3 ഇവിടെ ഓക്സിജൻ നമ്പർ കൂടിയിരിക്കുന്നത് 1 അത് നിങ്ങൾ ഇപ്പോൾ കറക്റ്റ് ചെയ്യണ്ട. ഇവിടെ ×3 അവിടെ ×1 അത് അവിടെയാണ് ചെയ്യേണ്ടത്. ഇനി എന്താ ചെയ്യണമെന്ന് അറിയാമോ? സിമ്പിളായിട്ട് ഇവിടെ ആർക്കാണ് ഓക്സിഡേഷൻ നടന്നത്, ആർക്കാണ് റിഡക്ഷൻ എന്ന് മാത്രം മനസ്സിലാക്കിയാൽ മതി.
ഇവന് സംഭവിച്ചത് ഓക്സിഡേഷൻ, ശരിയല്ലേ? ഓക്സിഡേഷൻ ശരിയല്ലേ? ഓക്സിഡേഷൻ നമ്പർ കൂടുകയല്ലേ? ഇവന് സംഭവിച്ചത് റിഡക്ഷൻ, ശരിയല്ലേ? അതെടുത്ത് എഴുതുക എന്നതാണ് നിങ്ങളുടെ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. അപ്പോൾ ഒന്നാമത്തെ സ്റ്റെപ്പിൽ ഇത് എഴുതി കഴിഞ്ഞാൽ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ഓക്സിഡേഷൻ നടന്നത് ആർക്കാണ്? Fe2+ എന്ന് പറയുന്നത് Fe3+ ആയിട്ട് മാറി. ഇതാണ് ഓക്സിഡേഷൻ. അപ്പോൾ ഇതിനെ നിങ്ങൾ എഴുതണം ഓക്സിഡേഷൻ ഹാഫ്. ഇതിനെ ഓക്സിഡേഷൻ ഹാഫ് എന്ന് എഴുതുക. ഇനി റിഡക്ഷൻ സംഭവിച്ചത് ആരാണ്? Cr2O7 Cr3+ ആയിട്ട് മാറി. Cr2O7 എന്ന് പറയുന്നത് എന്തായിട്ട് മാറിയിരിക്കുകയാണ്? Cr3+ ആയിട്ട് മാറിക്കുകയാണ്. റിഡക്ഷൻ അല്ലേ സംഭവിച്ചത്? അപ്പോൾ ഇതിനെ റിഡക്ഷൻ ഹാഫ് എന്ന് എഴുതാം. റെഡിയല്ലേ? അപ്പോൾ ഓക്സിഡേഷൻ ഹാഫ് റിഡക്ഷൻ ഹാഫ് എഴുതി. ഇതാണ് നിങ്ങൾ രണ്ടാമത്തെ സ്റ്റെപ്പിൽ ചെയ്യുന്നത്. മൂന്നാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാനായിട്ട് പോകുന്നത്, ആദ്യം നമ്മൾ അവിടെ ഇലക്ട്രോണിന്റെ എണ്ണമല്ലേ കറക്റ്റ് ചെയ്ത്, ഇവിടെ ആദ്യം ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്യേണ്ട. ഇവിടെ നിങ്ങൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുക. അപ്പോൾ കുറച്ചുകൂടി ഈസിയാണ് ചെയ്യാൻ. ഇവിടെ ഒരു Fe ആണ്, ഇവിടെ ഒരു Fe ആണ്. അപ്പോൾ അവിടെ ബാലൻസ് ചെയ്യേണ്ട ആവശ്യം വരുന്നില്ല. അത് അതുപോലെ തന്നെ എഴുതുക. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്യുന്നു. ഇവിടെ Fe2+ എന്ന് എഴുതി, Fe3+ എന്ന് എഴുതി. സംഭവം സെറ്റാണ്. ഇനി ക്രോമിയത്തിന്റെ കേസ് എടുക്കുകയാണെങ്കിൽ നോക്കിക്കേ, ഇവിടെ 2 ക്രോമിയമാണ്, ഇവിടെ 1 ക്രോമിയേ ഉള്ളൂ. അപ്പോൾ എന്ത് ചെയ്യേണ്ടതുണ്ട്? ഇവിടെ 2 എന്ന് കൊടുക്കേണ്ടതുണ്ട് അല്ലേ? അപ്പോൾ ഹൈഡ്രജൻ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യുക എന്ന് പറഞ്ഞാൽ Cr2O7 എന്തായിട്ട് മാറി? 2 Cr3+ ആയിട്ട് മാറി. 2 Cr3+ ആയിട്ട് മാറി. അപ്പോൾ ഇവിടെ ഞാൻ എഴുതിയിരിക്കുന്നത് എന്താണ്? ഇത് ഈ 2 എന്നുള്ളതാണ്. അപ്പോൾ ഹൈഡ്രജനും ഓക്സിജനും ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തേ. ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തു. ഇനി നമ്മൾ നാലാമത്തെ സ്റ്റെപ്പിൽ ചെയ്യാനായിട്ട് പോകുന്നത് ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്യുന്ന പരിപാടിയാണ്. ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ ചെയ്യുന്നത്, ഈ ഓക്സിഡേഷനും റിഡക്ഷനും വേണ്ട ഭാഗത്ത് വേണ്ടത്ര ഇലക്ട്രോണിന് ഇട്ട് കൊടുക്കുക. ഇവിടെ നോക്കുക, Fe2+ Fe3+ ആയിട്ട് മാറി. എങ്ങനെ? ഇലക്ട്രോണിനെ വിട്ടു കൊടുത്തിട്ടല്ലേ. 2+ എന്ന് പറഞ്ഞ് 3+ എങ്ങനെയാവുക? ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുകയാണ്. ഇലക്ട്രോണിനെ വിട്ടു കൊടുക്കുന്ന ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് എഴുതണം. ഇലക്ട്രോണിനെ വിട്ടുകൊടുക്കും. അപ്പോൾ Fe2+ Fe3+ ആയിട്ട് മാറുക. എങ്ങനെ നോക്കണം? ഞാൻ എഴുതുന്നത് Fe2+ എന്ന് പറയുന്നത് Fe3+ ആയിട്ട് മാറി. എങ്ങനെ? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു അല്ലേ? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ ഒരു ചാർജ് കൂടി. 2+ ആയിരുന്നു ഉണ്ടായിരുന്നത്, ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തപ്പോൾ അത് 3+ ആയിട്ട് മാറി. അപ്പോൾ ഇലക്ട്രോണിനെ വിട്ടുകൊടുത്ത ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് എത്ര ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു? ഒരു ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു. ഇനി Cr2O7 Cr3+ ആയിട്ട് മാറി. ഇതിൽ Cr-ന്റെ ചാർജ് എത്രയാണ്? Cr-ന്റെ ചാർജ് +6 ആണ്. ഒരു ക്രോമിയത്തിന്റെ ചാർജ് +6 ആണ്. അതിവിടെ വരുമ്പോൾ +3 ആയിട്ട് മാറി. +6 +3 ആയിട്ട് കുറഞ്ഞു. എന്ത് ചെയ്തു? 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ശ്രദ്ധിക്കണം, 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഒരു ക്രോമിയത്തിന്റെ ചാർജ് +6 ആണ്. അതെങ്ങനെയാണ് +3 ആയിട്ട് മാറിയത്? 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട്. ഒരു ക്രോമിയം 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചിരിക്കുന്നു. ഇവിടെ എത്ര ക്രോമിയം ഉണ്ട്? 2 ക്രോമിയം ഉണ്ട്. 2 ക്രോമിയം 6 ഇലക്ട്രോണിനെ വാങ്ങിക്കും. അത് കൃത്യമായിട്ടും വ്യക്തമായിട്ടും മനസ്സിലായിട്ടില്ലെങ്കിൽ പണി കിട്ടും. ഒന്നുകൂടെ പറഞ്ഞുതരാം. Cr2O7 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. എത്ര ഇലക്ട്രോണിനെ വാങ്ങിച്ചു? 6 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. ഇലക്ട്രോണിനെ വാങ്ങിച്ച് ആരോ മാർക്കിന്റെ ലെഫ്റ്റിൽ ഇട്ട് കൊടുക്കണം. 6 ഇലക്ട്രോണിനെ വാങ്ങിച്ചിട്ട് എന്തായിട്ട് മാറി? 2 Cr3+ ആയിട്ട് മാറി. 2 Cr3+ ആയിട്ട് മാറി. റെഡിയല്ലേ? ഒരു ക്രോമിയം +6 നിന്ന് +3 ആയിട്ട് മാറി എന്ന് പറഞ്ഞാൽ ഒരു ക്രോമിയം 3 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. 2 ക്രോമിയം ഉണ്ട്, 6 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. അപ്പോൾ നമ്മൾ എന്താ ചെയ്തിരിക്കുന്നത്? വേണ്ട ഭാഗത്ത് വേണ്ടത്ര ഇലക്ട്രോണിനെ ഇട്ട് കൊടുത്തു. അഞ്ചാമത്തെ സ്റ്റെപ്പിൽ ചെയ്യേണ്ടത്, ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം കറക്റ്റ് ചെയ്തില്ലേ? ഇനി ഇലക്ട്രോണിന്റെ എണ്ണവും കറക്റ്റ് ആണ്. നോക്ക്, ഇവിടെ 1 ഇലക്ട്രോണിനെ വിട്ടുകൊടുത്തു, ഇവിടെ 6 ഇലക്ട്രോണിനെ വാങ്ങിച്ചു. സംഭവം ശരിയാണോ? അല്ലല്ലോ. വിട്ടുകൊടുക്കുന്നതും വാങ്ങുന്നതുമായിട്ടുള്ള ഇലക്ട്രോണുകളും ഈക്വൽ ആയിരിക്കണ്ടേ? ഇവിടെ 1ഉം ഇവിടെ 6ഉമാണ്. എങ്ങനെയാണ് അവരെ ഈക്വൽ ആക്കാം? സിമ്പിൾ ആയിട്ട് മുകളിൽ 6 കൊണ്ടും താഴത്തെ 1 കൊണ്ടും മൾട്ടിപ്ലൈ ചെയ്താൽ പോരെ. മുകളിലത്തെ ഇക്വേഷൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, താഴത്തെ ഇക്വേഷൻ 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക. അപ്പോൾ ഈ ഇക്വേഷൻ എന്ത് മാറ്റമാണ് വരുന്നുണ്ടായിരിക്കുക? മുകളിലെ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ 6 Fe2+ എന്ന് പറയുന്നത് 6 Fe3+ ആയിട്ട് മാറി, +6 ഇലക്ട്രോൺ. ശരിയാണോ? കംപ്ലീറ്റ് അതിനെന്ത് ചെയ്തു? ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. കംപ്ലീറ്റ് സാധനത്തിന് ഞാൻ 6 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്തു. ഇനി കംപ്ലീറ്റ് താഴത്തെ സാധനത്തിന് എന്ത് ചെയ്യണം? 1 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം. 1 കൊണ്ട് മൾട്ടിപ്ലൈ എന്ന് പറഞ്ഞാൽ അതുപോലെ തന്നെ എഴുതുക എന്ന് തന്നെ ഉള്ളൂ. Cr2O7 എന്ന് പറയുന്നത് 6 ഇലക്ട്രോണിനെ വാങ്ങിച്ചുകൊണ്ട് 2 Cr3+ ആയിട്ട് മാറി. നോക്കണേ, നിങ്ങൾ വിട്ടുകൊടുത്തതും വാങ്ങിച്ചതുമായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണം ഈക്വൽ ആയില്ലേ? വിട്ടുകൊടുത്തതും വാങ്ങിച്ചതുമായിട്ടുള്ള ഇലക്ട്രോൺ ഈക്വൽ ആയില്ലേ? ഇപ്പൊ എന്തൊക്കെ ഈക്വൽ ആയിട്ട് മാറി? ഹൈഡ്രജനും ഓക്സിജനും ഒഴികെ ഉള്ളവരുടെ എണ്ണം കറക്റ്റായി, വിട്ടുകൊടുത്തതോ വാങ്ങിച്ചതായിട്ടുള്ള ഇലക്ട്രോണുകളുടെ എണ്ണവും കറക്റ്റായി. ഇനി ആരുടെ എണ്ണമാണ് കറക്റ്റ് ചെയ്യുന്നത്? ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം കറക്റ്റ് ചെയ്യുക. ഹൈഡ്രജന്റെയും ഓക്സിജന്റെയും എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അതിൽ ആരുടെയാണ് ആദ്യം നിങ്ങൾ ബാലൻസ് ചെയ്യിക്കേണ്ടത്? ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യാൻ വേണ്ടി ആദ്യം നിങ്ങൾ ബാലൻസ് ചെയ്യിക്കേണ്ടത് ഓക്സിജന്റെയാണ്. അതാണ് അടുത്ത സ്റ്റെപ്പ് എന്ന് പറയുന്നത്.
5, 6, 7 എന്നൊക്കെ പറഞ്ഞ സ്റ്റെപ്പിൻ്റെ എണ്ണം കൂടിയാലും കുറഞ്ഞാലും മാറ്റർ എന്നുള്ള കാര്യമല്ല കേട്ടോ. 6ാം സ്റ്റെപ്പ് എന്താണ് ഓരോ സ്റ്റെപ്പിൽ ചെയ്യുന്നത് എഴുതണം, അത്രയേ ഉള്ളൂ. ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ളവരുടെ എണ്ണം ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ചെയ്യണം. അതിൽ ഓക്സിജന്റെ എണ്ണം ആദ്യം കറക്റ്റ് ചെയ്യുക. ഓക്സിജന്റെ എണ്ണം എന്ത് ചെയ്യുക, ആദ്യം കറക്റ്റ് ചെയ്യുക. ഓക്സിജൻ എണ്ണം എങ്ങനെയാണ് നമ്മൾ കറക്റ്റ് ചെയ്യുന്നുണ്ടായിരിക്കുക? വേണ്ട ഭാഗത്ത് വെള്ളം ഇട്ട് കൊടുത്താൽ പോരെ, വേണ്ട ഭാഗത്ത് വെള്ളം കോരി ഒഴിച്ചാൽ പോരെ. 1ാമത്തെ സ്റ്റെപ്പിൽ ഓക്സിജനെ ഇല്ല, അപ്പോൾ അത് നോക്കുകയേ വേണ്ട. 2ാമത്തതിൽ നോക്കണേ, ഇവിടെ 7 ഓക്സിജൻ ഉണ്ട്, ഇവിടെ ഓക്സിജനെ ഇല്ല. അപ്പോൾ ഓക്സിജൻ എവിടെയാണോ ഇല്ലാത്തത് അവിടെ എന്ത് ചെയ്യണം, അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കണം. എവിടെയാണോ ഓക്സിജൻ ഇല്ലാത്തത് അവിടെ അത്രയും വാട്ടർ മോളിക്യൂൾ ഇട്ട് കൊടുക്കുക. 7 ഓക്സിജൻ വേണം, അപ്പോൾ 7 H2 ഇട്ട് കൊടുത്തു. ഇനി ഹൈഡ്രജൻ എണ്ണം കറക്റ്റ് ചെയ്യണം. എവിടെയാണോ ഹൈഡ്രജൻ എണ്ണം കുറവുള്ളത് അവിടെ അത്ര H+ ഇടുക, കാരണം ഇത് അസിഡിക് മീഡിയമാണ്. ലെഫ്റ്റ് സൈഡ് എന്തില്ല, ഹൈഡ്രജൻ ഇല്ല. ഇവിടെ 14 ഹൈഡ്രജനുകൾ ഉണ്ട്. അപ്പോൾ ലെഫ്റ്റിൽ നമ്മൾ എന്തിട്ട് കൊടുക്കണം, 14 H+ ഇട്ട് കൊടുക്കണം. 14 H+ ഇട്ട് കൊടുക്കണം. ഇപ്പോൾ ഞാൻ ഈ സ്റ്റെപ്പിൽ ചെയ്ത കാര്യം എന്താണെന്ന് ഹൈലൈറ്റ് ചെയ്യുന്നുണ്ട്. 7 H2 ഇട്ട് കൊടുത്തു, 14 H+ ഇട്ട് കൊടുത്തു. പരിപാടി കഴിഞ്ഞു. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ലാസ്റ്റ് സ്റ്റെപ്പ്, 7ാമത്തെ സ്റ്റെപ്പിൽ നമ്മൾ ചെയ്യാൻ പോകുന്നത് രണ്ടും കൂടെ ആഡ് ചെയ്ത് എഴുതുക. ആരോ മാർക്കിന്റെ ലെഫ്റ്റുള്ള എല്ലാവരെയും ആഡ് ചെയ്യുക, ആരോ മാർക്കിന്റെ റൈറ്റ്സുള്ള എല്ലാവരും ആഡ് ചെയ്യുക. ആരോ മാർക്കിന്റെ ലെഫ്റ്റുള്ള എല്ലാവരെയും ആഡ് ചെയ്യുക, ആരോ മാർക്കിന്റെ റൈറ്റ്സുള്ള എല്ലാവരും ആഡ് ചെയ്യുക. കാരണം എന്താ, നമ്മൾ ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്തു, ഹൈഡ്രജൻ ഓക്സിജൻ ഒഴികെയുള്ള എണ്ണം കറക്റ്റ് ചെയ്തു, ഹൈഡ്രജന്റെ ഓക്സിജന്റെ എണ്ണം കറക്റ്റ്. ഇനി ആരെയും അവിടെ കറക്റ്റ് ചെയ്യാനില്ല. എഴുതുന്നുണ്ട് നോക്കണേ, 6Fe2+. റെഡി. ഇനി അടുത്തത് 14H+, 14H+ പ്ലസ് Cr2O7 2- പ്ലസ് 6 ഇലക്ട്രോൺ. ഇനി ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ആരൊക്കെയാണുള്ളത്? ഇത്രയും ആളുകൾ ആരോ മാർക്കിന്റെ റൈറ്റ് സൈഡ് ഉള്ളത്. 6Fe3+, 6Fe3+ പ്ലസ് 6 ഇലക്ട്രോൺ പ്ലസ് 2Cr3+ പ്ലസ് 7H2. ഇതിൽ ആര് വെട്ടിപ്പോവും മക്കളെ? 6 ഇലക്ട്രോണും വെട്ടിപ്പോയി. ഫൈനൽ ഇക്വേഷനിൽ ഇലക്ട്രോണുകൾ ഉണ്ടാവാൻ പാടില്ല. ഇലക്ട്രോണുകളുടെ എണ്ണം വെട്ടിപ്പോണം. ഇങ്ങനെ വെട്ടിപ്പോവാനാണ് ഇലക്ട്രോണിന്റെ എണ്ണം കറക്റ്റ് ചെയ്യുന്നത് തന്നെ. അപ്പോൾ ഇലക്ട്രോണിന്റെ എണ്ണൊക്കെ വെട്ടിക്കളഞ്ഞു. ബാക്കിയുള്ള ഫൈനൽ ഇക്വേഷൻ എങ്ങനെ വരിക? ഒന്ന് ഓർഡർ ആയിട്ട് എഴുതുമ്പോൾ 6Fe2+ പ്ലസ് Cr2O7 2- പ്ലസ് 14H+ gives 6Fe3+ പ്ലസ് 2Cr3+ പ്ലസ് 7H2. നിങ്ങൾ ഏത് വേണമെങ്കിൽ നോക്കിക്കോളൂ, എല്ലാവരുടെ എണ്ണം കറക്റ്റ് ആയിരിക്കും. വളരെ ഈസി ചെയ്യാവുന്നതേ ഉള്ളൂ. 2 റിയാക്ഷനുകളും 2 മെത്തേഡുകളും അടിപൊളിയായിട്ട് മനസ്സിലായി വിചാരിക്കുന്നു. ബേസിക് മീഡിയത്തിൽ നിന്നുള്ള ക്വസ്റ്റനുമായിട്ട് ഞാൻ പിന്നീട് വരുന്നതായിരിക്കും. ഈ ഒരു ചാപ്റ്റർ പറഞ്ഞിരിക്കുന്ന മുഴുവൻ കാര്യങ്ങൾ നിങ്ങൾ ഗംഭീരമായി മനസ്സിലായിട്ടുണ്ടെങ്കിൽ ക്ലാസ്സിനെ കുറിച്ചുള്ള അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. അതിനോടൊപ്പം തന്നെ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. ഇത് നിങ്ങൾക്കറിയാവുന്ന എല്ലാ ഫ്രണ്ട്സിനും മാക്സിമം ഷെയർ ചെയ്യുക. ഇത് യൂസ്ഫുൾ ആണെന്ന് തോന്നുകയാണെങ്കിൽ മാത്രം എല്ലാവർക്കും ഒന്ന് ഷെയർ ചെയ്യുക. അപ്പോൾ പതുക്കെ ഞാൻ നിർത്തുകയാണ്. ഇന്നത്തെ ക്ലാസ് പറഞ്ഞ കംപ്ലീറ്റ് ചെയ്യാൻ നിങ്ങൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലായി വിചാരിക്കുന്നത്. എന്ത് ഡോട്ട്സ് ഞാൻ വിചാരിക്കും. പിന്നെ മറ്റു ക്ലാസ്സിൽ അടുത്ത കിടിലൻ ടോപ്പിക് ചെയ്യണം.